ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു രാജ്യത്തെ ഏറ്റവും വലിയ വിചാരണ കോടതിയായ ആപ്കി അദാലത്തിൽ രജത് ശർമ്മയോടൊപ്പം. നമസ്കാരം. താങ്ക് യു. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വരാൻ പോകുന്നത് ഒരു ലെജൻഡാണ്, ഒരു വേൾഡ് ചാമ്പ്യനാണ്. ഇവർ തന്റെ കഠിനാധ്വാനം കൊണ്ടും ശ്രമം കൊണ്ടും തന്റെ ധൈര്യം മുഖേനയും നമ്മുടെ രാജ്യത്തിന്റെ ശ്രേയസ് ലോകം മുഴുവനും കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അസാധാരണമായ അത്ഭുതകരമായ വേൾഡ് ചാമ്പ്യൻ മേരി കോം. ये मंजिलें है कौन सी, न वो समझ सके न हम, अजीब दास्तां है ये, कहाँ शुरू कहाँ खत्म, ये मंजिलें है कौन सी, न वो समझ सके न हम. Thank you. Thank you, sir. ഞാൻ കരുതി ആപ്കി അദാലത്തിലേക്ക് ഇന്നൊരു ബോക്സറാണ് വരാൻ പോകുന്നത്, പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന ഒരു സിംഗറാണ്. Thank you. ആപ്കി അദാലത്തിലെ ഇന്നത്തെ നമ്മുടെ ജഡ്ജിയും വളരെ സ്പെഷ്യൽ വ്യക്തിയാണ്. ധൈര്യശാലിയാണ്, പരാക്രമശാലിയാണ്. 37 വർഷം ഇന്ത്യൻ ആർമിയിൽ പ്രവർത്തിച്ച് ഇദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി സേവനം ചെയ്തിട്ടുണ്ട്. പ്ലീസ് വെൽക്കം റിട്ടയർഡ് മേജർ ജനറൽ അരവിന്ദ് ഭാട്ടിയ. ഇന്നത്തെ വിചാരണ ആരംഭിക്കാവുന്നതാണ്. മേരി കോം, താങ്കളോട് ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് എനിക്ക് ഒരു കമ്മിറ്റ്മെന്റ് ആവശ്യമാണ്. പറയൂ. താങ്കൾക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്നെ പഞ്ചൊന്നും ചെയ്യാൻ പാടില്ല. സർ, സത്യം പറയണമെങ്കിൽ എനിക്ക് ബോക്സിങ്ങിൽ ഒരു പേടിയുമില്ല. അങ്ങയുടെ ഷോ ഓർത്താണ് പേടി തോന്നുന്നത്. വരൂ, ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. ആപ്കി അദാലത്തിൽ മേരി കോമിനെതിരായിട്ടുള്ള ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ചാമ്പ്യൻ ബോക്സർ മേരി കോമിനെതിരായ കുറ്റാരോപണം ഇവർക്ക് കുസൃതി കുറച്ച് കൂടുതലാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് എനിക്കൊരു പേടിയെന്ന് വെച്ചാൽ, താങ്കളുടെ കുട്ടിക്കാലത്തെ പല കാര്യങ്ങളെക്കുറിച്ചും ഞാനൊന്ന് അറിഞ്ഞിരുന്നു. താങ്കളുടെ ജ്യേഷ്ഠനെ അടിച്ച അടിയിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റി അവസാനം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നു. ഞാൻ വളരെ വികൃതിയായിരിക്കും ചെറുപ്പം മുതൽ തന്നെ. അതെ, അത് നേരാണ്. ദൈവം ഒരുപക്ഷേ എന്തെങ്കിലും നേടാനായിട്ട് എന്നെ ജനിപ്പിച്ചതായിരിക്കാം. എനിക്കപ്പോൾ അതൊന്നും അറിയില്ലായിരുന്നു. എല്ലാ കുട്ടികൾക്കും കളിയെന്ന് വെച്ചാൽ വളരെ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഗ്രാമത്തിൽ നിങ്ങൾ നോക്കിയാൽ പെൺകുട്ടികൾക്ക് വലുതായിട്ട് കളിയോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണാറില്ല. പക്ഷേ എനിക്കെന്തോ ഒരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു, വ്യത്യസ്തമായൊരു എനർജി ഉണ്ടായിരുന്നു. പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ളതൊന്നും എനിക്കിഷ്ടമില്ല. ചെറുക്കന്മാരുടെ ഏത് സാധനമാണെങ്കിലും, അതായത് ഡ്രസ്സ് മുതൽ കളികൾ വരെ, അതാണ് എനിക്കിഷ്ടം. അത് വെച്ച് അവരോട് വഴക്കിടും, ചാലഞ്ച് ചെയ്യും. അതുകൊണ്ട് ചില സമയങ്ങളിൽ എനിക്കിടയ്ക്കിടയ്ക്ക് വളരെ ദേഷ്യം വരും. ആരെങ്കിലും എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് അവരെ ഞാൻ ഒരു കൈ നോക്കിക്കളയും. അതെ, ജ്യേഷ്ഠനായാലും ശരി, ആരായാലും എനിക്കത് പ്രശ്നമല്ല. ഒരാളെയും വിട്ടേക്കില്ല. ഇത് സത്യമാണോ? താങ്കൾ ആരായിരുന്നാലും അടിക്കും. അതെ, അതാണ് എന്റെ ജീവിതത്തിന്റെ തുടക്കമെന്ന് വേണമെങ്കിൽ പറയാം. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ദിവസം മുഴുവനും ഗോളി ഗോളി ഗോളി. ഞാൻ എങ്ങനെ കളിക്കുമെന്നാൽ, ഗോളി കയ്യിലെടുത്ത് ദാ ഇങ്ങനെ എയിം ചെയ്ത് ദാ അങ്ങനെ വിടും. ഇതുപോലെ തന്നെ. എന്നെ ആർക്കും തോൽപ്പിക്കാനേ ആകില്ല.
എല്ലാവർക്കും ഇത് തന്നെയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം, ചെറുക്കന്മാർക്ക്. അത് തന്നെ. ചെറുപ്പം മുതലേ ഓരോ ഗോളിയും എയിം ചെയ്ത് എത്ര ദൂരമാണെങ്കിലും കറക്റ്റായിട്ട് അടിക്കും. അടുത്തുള്ളത് എയിം ചെയ്ത് അടിക്കുന്നത് വലിയ കാര്യമല്ല. അതൊന്നും എനിക്കൊരു വലിയ പ്രശ്നമേ അല്ല. അത് എത്ര ദൂരെയാണെങ്കിലും ഞാനൊന്ന് എയിം ചെയ്ത് കണ്ണടിച്ചുകൊണ്ടത് അടിച്ചെന്ന് വെച്ചോളൂ. പിന്നെ പെട്ടെന്ന് എന്റെ ടാർഗറ്റ് ഞാൻ ജയിച്ചിരിക്കും. എന്നെ ആർക്കും തോൽപ്പിക്കാനാവില്ല. താങ്കൾ മരത്തിന്റെ മുകളിൽ കയറിയിരിക്കും, അതെ. പാമ്പിനെയൊക്കെ പിടിച്ച് കളിക്കും. രജിത് സാർ എന്റെ രഹസ്യങ്ങളൊക്കെ തകർത്തു കളഞ്ഞു. ഞാൻ മരത്തിലൊക്കെ കയറും, പാമ്പിനെയൊക്കെ പിടിച്ച് കളിക്കും. ചെറുപ്പം മുതലേ എനിക്ക് പാമ്പൊക്കെ, അതായത് അത് നമ്മളെ അത് അറ്റാക്ക് ചെയ്യാൻ വരും. അപ്പോൾ അതിനെ നമ്മൾ തിരിച്ചടിക്കണം, നമ്മുടെ ജീവൻ രക്ഷിക്കാനായി. പിന്നെ ഒരു ദിവസം രാത്രി സമയത്ത് ഞാൻ ചർച്ചിലേക്ക് പോവുകയായിരുന്നു. പോയിട്ട് വരുന്ന വഴിയിൽ എന്റെ മുൻപിലായി വളരെ വലിയൊരു പാമ്പ് എന്നെ ക്രോസ് ചെയ്ത് പോവുകയായിരുന്നു. ഞാൻ എത്രത്തോളം പേടിച്ചു പോയെന്നാൽ അപ്പം മുതൽ എനിക്ക് പാമ്പിനെ കണ്ടാൽ വളരെ പേടിയാണ്. പാമ്പാണോ പേടിച്ചത് അതോ താങ്കളാണോ പേടിച്ചത്? പാമ്പല്ല എന്നെ കണ്ട് പേടിച്ചത്, ഞാനാണ് പേടിച്ചത്. ഈ രീതിയിൽ എന്റെ ജീവിതത്തിൽ ചെറുപ്പം മുതലേ ഞാൻ വളരെ നോട്ടിയായിരുന്നു. സോ ഇപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. മുൻപത്തെക്കാളും എനിക്ക് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയാം. അല്ല, ഇപ്പോഴും താങ്കൾക്ക് കുസൃതി കുറച്ച് കൂടുതലാണ്, ഞാൻ അറിഞ്ഞു. വോഡ്കയുടെ ഒരു ബോട്ടിൽ മൊത്തത്തിൽ കുടിച്ചെന്നാണ് കേട്ടത്. ഇത് വളരെ തെറ്റാണ്. ഇതത്ര സത്യമല്ലാത്ത കാര്യമെന്നേ ഞാൻ പറയൂ. ഇതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഇത് സത്യമല്ലേ? വോഡ്ക ബോട്ടിൽ വെള്ളമെന്ന് കരുതി താങ്കൾ മൊത്തം കുടിച്ചത്? എന്റെ ദൈവമേ, ആക്ച്വലി ഞാൻ സിലോമിലൊരു മാരത്താൻ ഈവന്റിനു വേണ്ടി ചെന്നിരുന്നു. റൺ ചെയ്തതിന് ശേഷം ഞാൻ റൂമിലേക്ക് വന്നു. എനിക്ക് നന്നായി ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ബോട്ടിലുണ്ടായിരുന്നു. അത് പിന്നെ എന്തു പറയുമെന്നതിനെ, ഒരു രീതിയിൽ റൗണ്ട് ആയിരിക്കുമല്ലോ. ആ ബോട്ടിൽ നിങ്ങൾ കണ്ടാൽ അത് വിസിബിൾ അല്ല. അതെ, ട്രാൻസ്പെറന്റ്. ആ ബോട്ടിലല്ല, ആ ബോട്ടിൽ ഹോട്ടലിലും അങ്ങനെ തന്നെയായിരുന്നു വെച്ചിരുന്നത്. അങ്ങനെ തന്നെയായിരുന്നു. അത് ഞാൻ കയ്യിലെടുത്തപ്പോൾ അത് ശരിക്കും വെള്ളമാണെന്നാ ഞാൻ കരുതിയത്. മോസ്റ്റ്ലി ആ ബോട്ടിലിൽ രാത്രി മുഴുവൻ വെള്ളം അങ്ങനെ വെച്ചിട്ട് രാവിലെ എണീറ്റ് കുടിച്ചാൽ ഹെൽത്തിന് വളരെ നല്ലതെന്ന് പറയുമല്ലോ. അത് സത്യമല്ലേ? നിങ്ങൾ പറയൂ. അതുകൊണ്ട് ഞാൻ ആ ബോട്ടിൽ കണ്ടതും എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഞാൻ ആ ബോട്ടിൽ തുറന്നു. ഒരുപക്ഷെ ഞാനതെടുത്ത് വായുടെ വെച്ചിരുന്നെങ്കിൽ എനിക്ക് ആ സ്മെല്ല് വരുമായിരുന്നു, അതെനിക്ക് മനസ്സിലാകുമായിരുന്നു. പക്ഷെ ഞാൻ ധൃതിയിൽ അത് തുറന്ന് പെട്ടെന്നെടുത്ത് വായിലെടുത്തൊഴിച്ചു. പെട്ടെന്നൊഴിച്ചതും അത് പാതി അകത്തേക്ക് ചെന്നു. പെട്ടെന്ന് 1 സെക്കൻഡ് 2 സെക്കൻഡിൽ എന്റെ തല ശരിക്കും ചുറ്റാൻ തുടങ്ങി. ഞാൻ ഉടനെ എന്റെ പിയെ വിളിച്ചു. എനിക്കെന്തോ സംഭവിക്കുന്നു, ഞാനിപ്പോൾ പ്രൈസ് നൽകണം, ഡിസ്ട്രിബ്യൂഷനൊക്കെ ചെയ്യേണ്ടതുണ്ട്, ഒരുപക്ഷെ ഞാൻ ഉറങ്ങിപ്പോയാൽ എണീപ്പിക്കണേന്ന് പറഞ്ഞു. ആരെങ്കിലും റൂമിന് പുറത്ത് വന്ന് എന്നെ എണീപ്പിക്കോ, നോക്കിയോ, എനിക്കെന്തോ സംഭവിച്ചെന്ന് ഞാൻ അവരോട് പറഞ്ഞു. എനിക്ക് എണീക്കാനാകുമോ ഇല്ലയോ ഒന്നും തന്നെ എനിക്ക് മനസ്സിലായില്ല. അവിടെയുള്ള ബോട്ടിലിൽ അത് വെള്ളമാണെന്ന് കരുതി ഞാനെടുത്ത് കുടിച്ചു. പക്ഷെ അത് വെള്ളമല്ലായിരുന്നു, വോഡ്കയാണ്. എന്റെ ദൈവമേ സർ, ഞാൻ ആ സമയത്ത് എന്ത് ചെയ്യാനാണ്? എനിക്കും ഒന്നും മനസ്സിലായില്ല അതിലെന്താണ് വോഡ്കയാണോ എന്ന്. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അത് നേരാണ്. ഇങ്ങനെ നടന്ന മറ്റൊരു കുസൃതിയെ കുറിച്ച് ഞാൻ പറയാം. പറയൂ. താങ്കൾ എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് വണ്ടി ഓടിച്ചെന്ന് വെച്ചാൽ പോലീസ് ജീപ്പ് പോലും താങ്കൾക്ക് പിന്നിൽ. ഇതൊക്കെ അങ്ങക്ക് എവിടെന്നാ കിട്ടിയത്? ആരാ അങ്ങയുടെ ഇതൊക്കെ പറഞ്ഞത്? ഓക്കേ. ഞാൻ ജീവിതത്തിൽ ഡ്രൈവിംഗ് പഠിച്ചിട്ടേയില്ല. ഡയറക്റ്റായിട്ട് എനിക്ക് മണിപ്പൂരിലും എന്നോട് 2-3 അങ്ങനെ ലക്ഷറി കാറൊന്നുമല്ല, എന്നാലും 2 കാറുണ്ട്.
ഞാനത് ഒരു ദിവസം പോലും എടുത്തിട്ടില്ല. ഡൽഹിയിൽ ഞാൻ അതായത് മെമ്പർ ഓഫ് പാർലമെന്റ് ആയപ്പോൾ ഞങ്ങളൊരു ബംഗ്ലാവിലായിരുന്നു. അപ്പോൾ ചില സമയത്ത് ആ ഡ്രൈവർ വരില്ലായിരുന്നു. എന്തു ചെയ്യാനാ, പിന്നെ അതെങ്ങനെ ഓടിക്കുമെന്ന് എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. ശരി, ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കാം, ഇത് ഓട്ടോമാറ്റിക് അല്ലേ, അത്ര ഡിഫിക്കൽട്ട് ഒന്നും കാണില്ലെന്ന് കരുതി. ഇങ്ങനെ ആക്സിലേറ്റർ അമർത്തണം, പിന്നെ ഇങ്ങനെ ചുറ്റണം, അങ്ങനെയൊക്കെ ചിന്തിച്ച് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കാറ് മുൻപിലോട്ട് ചെന്നു. ഞാൻ ഡൽഹി ട്രാഫിക്കിന് നടുക്കാണ്. അതാണ് എന്റെ ട്രെയിനിങ് ആയി മാറിയത്. അതിനുശേഷം ഒരു ദിവസം എന്താണ് സംഭവിച്ചതെന്നാൽ അത് പറയണോ? ഒരു ദിവസം ട്രെയിനിങ്ങിൽ തിരിച്ചു വന്നപ്പോൾ ഒന്നും സംഭവിച്ചില്ല. വരുന്ന വഴിക്ക് റെഡ് ലൈറ്റ് ഉണ്ടായിരുന്നു. ഞാൻ നിർത്തി. പുറകിൽ നിന്ന് ആരോ വന്ന് പെട്ടെന്ന് എന്റെ വണ്ടിയെ ഇടിച്ചു. എന്താ ഇത്? നമ്മുടെ തെറ്റൊന്നുമില്ലല്ലോ. നീയല്ലേ വന്ന് ഇടിച്ചത്? വാ വാ വാ, ഇറങ്ങ്, നീ പുറത്തേക്ക് വാ, കം ഔട്ട്, നീ ഇറങ്ങി വാ, സംസാരിക്കാന്ന് പറഞ്ഞു. ആരുടെ തെറ്റാ? റെഡ് ലൈറ്റ് നീ കണ്ടില്ലെന്ന് ചോദിച്ചു. മാം, നിങ്ങളുടെ തെറ്റാണെന്ന് ഇങ്ങനെ വിരൽ നീട്ടി സംസാരിച്ചു. അവൻ എന്നെ തന്നെ പോയിന്റ് ചെയ്തു. പെട്ടെന്ന് ഗ്രീൻ സിഗ്നൽ ഇട്ടു. അവൻ കാർ എടുത്തോണ്ട് പെട്ടെന്ന് പോകാനായി ശ്രമിച്ചു. അപ്പോൾ സ്കൂൾ ഹോളിഡേയ്സ് ആയതുകൊണ്ട് അവന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകാനായില്ല. അവൻ എന്നെ എങ്ങനെ പോയിന്റ് ചെയ്തെന്നാൽ, മാഡം ഇത് നിങ്ങളുടെ തെറ്റാണെന്ന് എന്നെ പോയിന്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഞാൻ വണ്ടി നിർത്തി വച്ചിരുന്നു, റെഡ് ലൈറ്റ് ഇട്ടിരുന്നതുകൊണ്ട്. നിങ്ങൾ വന്ന് എന്റെ വണ്ടിയിൽ ഇടിച്ചിട്ട് അതെങ്ങനെ എന്റെ തെറ്റാകുമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഞാൻ ദേഷ്യത്തിൽ ഒരു തവണ ഞാൻ കൈ നീട്ടി. അവനാണെങ്കിൽ ദേഷ്യം കൺട്രോൾ ചെയ്യാനാകുന്നില്ല. ഞാൻ തെറ്റ് ചെയ്യാതെ തന്നെ അവൻ തെറ്റെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിനുശേഷം ഞാൻ അവന്റെ മുഖത്തൊരു പഞ്ച് അങ്ങനെ വിട്ടു. പെട്ടെന്ന് അറിയാതെ എന്റെ ഒരു ചെറിയ നഖം അവന്റെ മുഖത്ത് സ്ക്രാച്ച് ആയിപ്പോയി. അത് ബ്ലീഡിംഗ് ആകാൻ തുടങ്ങി. വളരെ സിവിയർ ആയിട്ട് മരിക്കാനിരിക്കുന്നത് പോലെ ആക്ടിങ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടായിരുന്നു. അദ്ദേഹം വന്ന് എന്തുപറ്റി മാഡം എന്ന് ചോദിച്ചു. ഞാൻ നടന്നത് പറഞ്ഞു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാന്ന് പറഞ്ഞു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ അവരെന്ത് ചെയ്തെന്നാൽ, മാഡം ആരാണെന്ന് അറിയാമോ? ഭാഗ്യം അവര് നിന്നെ ഒരുപാട് അടിക്കാത്തത്, നീ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നിന്റെ ജീവൻ പോയേനെന്ന് പറഞ്ഞു. അവര് വേൾഡ് ചാമ്പ്യനാണ്, അവരത്ര വലിയ ആളാണ്, ഇത്ര വലിയ ആളാണ്, രാജ്യത്തിന്റെ ബഹുമാനമാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അതിനുശേഷമാണ് അവൻ വായടച്ചത്. പിന്നെയാണ് അവന്റെ തെറ്റ് അവൻ സമ്മതിച്ചത്. അതുവരെ അവൻ സമ്മതിച്ചില്ല. ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്റെ മുഖം കാരണം വി ആർ സഫറിങ് സോ മച്ച്. താങ്കളുടെ പേര് നോക്കുകയാണെങ്കിൽ വളരെ വലിയൊരു പേരായിരുന്നു, പക്ഷെ അത് താങ്കൾ ചുരുക്കി കളഞ്ഞല്ലോ. താങ്കളുടെ പേര് മാറ്റിയ കാര്യം താങ്കൾ ഫാദറിനോട് പറഞ്ഞിട്ടേയില്ല. ആക്ച്വലി എന്റെ പേര് ചുങ് നൈ ജാങ്. ഇത് വളരെ അർത്ഥമുള്ള പേരാണ്. അതായത് ചുങ് എന്നത് വളരെ ടോപ്പ്. ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയാൽ ഞങ്ങളുടെ മദർ ടങ്ങിൽ, അതായത് ഞങ്ങളുടെ മൊഴിയിൽ, ഞങ്ങളുടെ മുത്തശ്ശിയാണ് ഈ പേര് വെച്ചത്. അതായത് ചുങ് എന്നാൽ ടോപ്പ്, നെയ് എന്നാൽ റിച്ച്, ജാങ് എന്നത് ഫാസ്റ്റസ്റ്റ്. എങ്ങനെയുണ്ട്? വളരെ വലുതായിരുന്നു. ഞാനത് ഷോർട്ടാക്കി എം സി ആയിട്ട് ഞാൻ മാറ്റി. അതായത് മേരി എന്താണെന്ന് നിങ്ങൾ നോക്കിയാൽ, അതായത് ഞാനൊരു ക്രിസ്ത്യൻ. അതുകൊണ്ട് ഇതെല്ലാവർക്കും ഈസി ആയിട്ട് പറയാൻ സാധിക്കും, ഈസി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് ഞാൻ തന്നെ എനിക്ക് മേരി എന്ന് പേര് വെച്ചു. സോ MC, മേരി കോം. എന്തായാലും ഒരു ഭാഗ്യമുണ്ട് താങ്കൾ ഈസി ആയിട്ടുള്ള ഒരു പേര് വെച്ച്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ആ പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വീവേഴ്സിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാൻ? നോർത്ത് ഈസ്റ്റ് ആളുകളെ എപ്പോഴും മോമോസ്, ചൈനീസ് അല്ലെങ്കിൽ ചിങ്കീസ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ടല്ലോ. നിങ്ങളും അതുപോലെ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? തുടക്കത്തിൽ ഞാനും അങ്ങനെ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി എന്റെ ഫേസ് കാണാനായിട്ട് ചൈനീസ്, ഫിലിപ്പിയൻസ്, തായ്ലാൻഡ്സ്, മേ ബി ഏഷ്യൻ ലുക്ക് പോലെ ഇരിക്കും. പക്ഷേ എപ്പോഴും എന്റെ ഹാർട്ട് ആൻഡ് സോൾ ഇന്ത്യയാണ്. I respect all the religions and I never, ഞാൻ റിലീജിയന്റെ കാര്യത്തിൽ എപ്പോഴും തെറ്റായിട്ട് ഒന്നും തന്നെ പറയില്ല. തീർച്ചയായിട്ടും പറയില്ല. നമ്മളൊക്കെ മനുഷ്യരാണ്. മാറി മാറി സ്നേഹിക്കാതെ, മാറി മാറി റെസ്പെക്ട് ചെയ്യാതെ, ഒരാളെ മറ്റൊരാൾ സപ്പോർട്ട് ചെയ്യാതെ
പിന്നെ നമ്മളെല്ലാരും എപ്പോഴും ഒരു യൂണിറ്റിയോടെ സപ്പോർട്ടായിട്ടില്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ പിന്നെ എങ്ങനെ വളരാനാണ്? എനിക്ക് മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. പറയൂ. 6 പ്രാവശ്യം വേൾഡ് ചാമ്പ്യൻ ആയതിനു ശേഷം താങ്കളുടെ ഈ ഫേസ് ഉണ്ടല്ലോ, ഇതാണ് ഇന്ത്യയുടെ ഫേസ്, ഇന്ത്യൻ ഫേസ്. താങ്ക് യു. അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്ന സഹോദര സഹോദരിമാർ, അവർ താങ്കളെ ഒരു ഐഡിയലായിട്ട് കരുതുന്നു, ഈ ദേശം തന്നെ ഐഡിയലായിട്ട് കരുതുന്നു. പക്ഷേ താങ്കൾ ചെയ്തിരിക്കുന്ന ഈ പ്രവൃത്തി രാജ്യത്തെ ഒന്നു ചേർക്കുന്ന പ്രവൃത്തിയാണ്. ഇത് വളരെ വലിയൊരു കോൺട്രിബ്യൂഷനാണ്. താങ്ക് യു. താങ്ക് യു. പക്ഷെ പഠിക്കുന്ന Thank കാര്യത്തിൽ you. താങ്കൾ കുറച്ച് പിന്നിലായിരുന്നു അല്ലേ? പഠിക്കുന്നത് എനിക്ക് അല്പം ഉറക്കം വരുന്നു. ഞാൻ എന്ത് ചെയ്യാനാ? പുസ്തകം ഇങ്ങനെ തുറന്നു നോക്കിയാൽ എന്റെ കണ്ണ് അങ്ങനെ തന്നെ ഉറങ്ങുന്ന അവസ്ഥയിലേക്ക് അത് തന്നെ പോകും. ഞാൻ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ എന്താ, എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ബോക്സിംഗ് നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. ക്ലാപ്പ് ചെയ്യൂ, ക്ലാപ്പ് ചെയ്യൂ. പക്ഷേ ഇത് സത്യമല്ലേ? താങ്കൾ ഒരു ബോക്സർ ആവുന്നതിൽ അച്ഛന് താല്പര്യമില്ലായിരുന്നു. അതെ. താങ്കളുടെ അച്ഛൻ താങ്കളോട് പറഞ്ഞു, നീ ഇങ്ങനെയൊക്കെ ബോക്സർ ആകുകയാണെങ്കിൽ മുഖത്തിന്റെ ഷേപ്പൊക്കെ മാറും, പിന്നെ വിവാഹം ചെയ്യാൻ പറ്റില്ലെന്ന്. അതെ സർ, അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ പറയുന്നത് സർ. ആക്ച്വലി ഞാൻ എന്റെ പേരൻസിനോടൊന്നും പറയാറില്ല. അങ്ങനെ പറഞ്ഞാൽ അതെന്റെ കരിയറിനെ ബാധിക്കും. നിങ്ങൾ വന്ന് അവരോട് ബോക്സിങ്ങിനെ കുറിച്ച് ചോദിച്ചാൽ മൂക്കിനെ ഉടച്ച് ആ മൂക്കിൽ നിന്നും രക്തം വരുത്തുന്ന കളിയല്ലേ എന്ന് ചോദിക്കും. എന്നെയും അങ്ങനെ പറഞ്ഞാ പേടിപ്പിച്ചത്. അതായത് എനിക്കും തുടക്കത്തിൽ പേടിയായിരുന്നു. അതായത് എങ്ങനെ അവര് നിർബന്ധിച്ച് നമ്മുടെ മൂക്കിനെ പൊട്ടിക്കും? അതിനുള്ളിൽ അവരുടെ മൂക്കിന്റെ പാലം തകർക്കും. മൂക്കിനും വായിക്കും ചേർത്തൊരു പഞ്ച് നൽകിയാൽ കഥ കഴിഞ്ഞോ? ഒരുപക്ഷെ മുറിവ് കണ്ടാൽ ഞാൻ എന്ത് ചിന്തിക്കുമെന്നാൽ അതിനാര് ചെലവ് ചെയ്യും? കാരണം ഞങ്ങളുടെ വീട് നിങ്ങൾ കാണുകയാണെങ്കിൽ എന്റെ ഫാമിലി വളരെ സാധാരണമായൊരു ഫാമിലിയാണ്. എന്റെ അച്ഛനും അമ്മയും ഒരു ദിവസം കൂലിപ്പണിക്ക് പോയാലേ ഞങ്ങൾക്ക് കാശ് കിട്ടുള്ളൂ. അവർ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ ഞങ്ങൾക്ക് കാശില്ല. സോ ഞങ്ങൾ അങ്ങനെ ഒരു ജീവിതമാണ് ജീവിച്ചു വന്നത്. അത് പിന്നെ വളരെ നന്നായി വരുന്നു. ഒരുപാട് സ്ട്രഗിളും ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഇൻസ്പയറിംഗ് ആയ കാര്യമാണ്. കുടിലിൽ താമസിക്കുന്നവർക്ക്, പാവപ്പെട്ടവർക്ക്, അങ്ങനെയുള്ളവർക്ക് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ, കഷ്ടപ്പെടുകയാണെങ്കിൽ മേരി കോമിനെ പോലെ ആകാൻ സാധിക്കുമെന്ന്. തീർച്ചയായും, തീർച്ചയായും. നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താത്തതുവരെ നമ്മുടെ മുൻപിൽ എന്ത് പ്രശ്നം വന്നാലും നമുക്കത് ധൈര്യമായി ഫേസ് ചെയ്യാനാകും. അത് നമുക്കൊരു പ്രശ്നമായിരിക്കില്ല. എന്റെ വിശ്വാസം എന്റെ കഴിവാണ്, എന്റെ വിൽ പവർ. ഇത് മറ്റുള്ളവർക്ക് കാണുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ദൈവം എനിക്ക് ആ വിൽ പവർ നൽകിയിട്ടുണ്ട്. അത് ഡബിൾ ലെവൽ, ട്രിപ്പിൾ ലെവൽ എന്ന് ഞാൻ പറയും. പിന്നെ മെന്റലി ഇത് മെന്റൽ, ഇത് രണ്ടും തന്നെ വളരെ സ്ട്രോങ് ആണ്. ഇതും സ്ട്രോങ് ആണ്. ഇത് രണ്ടും നിങ്ങൾക്കുണ്ടെങ്കിൽ സത്യമായിട്ട് ആർക്കും നിങ്ങളെ തോൽപ്പിക്കാനാവില്ല. സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾ എത്രത്തോളം ട്രോള് ചെയ്യുന്നുണ്ട്. ട്രോൾ എത്രത്തോളം പ്രൈം മിനിസ്റ്ററിനെ പോലും വിട്ടേക്കുന്നില്ല. ആരെ അവർ വെറുതെ വിടുന്നു? താങ്കൾ പറഞ്ഞു വരുന്നത് നെഗറ്റീവായിട്ട് ജനങ്ങൾ സംസാരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാൻ പാടില്ല. മെന്റലി സ്ട്രോങ് ആയിരിക്കണം, നമ്മുടെ പ്രവൃത്തിയിൽ അതെ, തീവ്രമായിരിക്കണം. തീർച്ചയായും. നമ്മുടെ ഫോക്കസ് എങ്ങനെയായിരിക്കണമെന്നാൽ, അതായത് നമ്മൾ അച്ചീവ് ചെയ്യുന്നതുവരെ, അച്ചീവ് ചെയ്തതിനു ശേഷം പ്രൂഫ് ചെയ്യുന്നതുവരെ അച്ഛൻ അറിയാനും പാടില്ല. പറയരുത്. അതിനുശേഷം മനസ്സിലായല്ലോ, ഞാൻ കുടുങ്ങിയല്ലോ. മറയ്ക്കാനായില്ല. കാരണം ഒരു വർഷത്തിനകത്ത് എല്ലാം തന്നെ എന്റെ കയ്യിൽ വന്നു. മെഡൽസ് വിത്തിൻ 6 മന്ത്സ് ഞാനൊരു സ്റ്റേറ്റ് ചാമ്പ്യനായി. അതിനുശേഷം 8 മാസത്തിനകത്ത് ഞാനൊരു നാഷണൽ ചാമ്പ്യൻ. അതിനുശേഷം 1 വർഷത്തിനകത്ത് ഞാനൊരു വേൾഡ് സിൽവർ മെഡലിസ്റ്റായി.
മേരികോം, താങ്കളുടെ സ്റ്റോറി എത്രത്തോളം ഇൻസ്പയർ ആണെന്ന് വെച്ചാ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതെ, മണിപ്പൂർ, പട്ടിണി. പക്ഷേ താങ്കളുടെ ധൈര്യം, ആ മെന്റൽ സ്ട്രെങ്ത് ആണ് താങ്കളെ ഈ സ്ഥിതിയിൽ എത്തിച്ചത്. ഇപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ മേരികോമിനോടുള്ള ചോദ്യങ്ങൾ നമ്മൾ തുടരുന്നതായിരിക്കും. ഒരു പഞ്ച് പോലും അടിക്കുന്നില്ല. ഇങ്ങനെ അടിക്ക്, അങ്ങനെ അടിക്ക്, ഇങ്ങനെ അടിക്കെന്ന് മാത്രം പറയുന്നു. ഇവരെന്നെ പഠിപ്പിക്കുകയാണോ? വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ലെജൻഡ് മേരികോമിനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ചാമ്പ്യൻ ബോക്സർ മേരികോമിന്റെ മേലുള്ള കുറ്റാരോപണം, ഇവർ അനാവശ്യമായി വഴക്കുണ്ടാക്കുന്നു എന്നുള്ളതാണ്. മേരികോം, അതായത് സ്പോർട്സിലുള്ള എല്ലാവർക്കും അറിയാം താങ്കൾക്ക് തോൽവി സഹിക്കാൻ പറ്റില്ല. അതെ, പരാജയം എനിക്കിഷ്ടമല്ല. എപ്പോഴും ജയിക്കണം. എനിക്ക് തോൽക്കുന്നത് ശരിക്കും ഇഷ്ടമല്ല. കാരണം എന്റെ പ്രയത്നം, ഹൗ മച്ച് ഐ ഗീവ്, ഹൗ മച്ച് ഐ പെയ്ഡ്. മറ്റുള്ള അത്ലറ്റുമായി ഞാൻ എന്നെ കമ്പയർ ചെയ്യില്ല. അതായത് ട്രെയിനിങ് സിസ്റ്റം ഉണ്ടല്ലോ, എന്റെ എനർജി ലെവൽ വേറെ പോലെ ആയിരിക്കും. എക്സ്ട്രാ ട്രെയിനിങ് എടുക്കും. ഗുഡ്. അതുകൊണ്ട് എനിക്ക് തോൽവി ഇഷ്ടമല്ല. അതായത് ടോക്കിയോ ഒളിമ്പിക് സംഭവം എല്ലാവർക്കും ഓർമ്മയുണ്ട്. താങ്കളെ വിജയായി കരുതി, താങ്കളാണ് ജയിച്ചതെന്ന് താങ്കൾ തന്നെ കരുതി. പക്ഷെ അതിനുശേഷം റഫറി താങ്കൾ തോറ്റതായിട്ട് അനൗൺസ് ചെയ്തു. അതായത് ടോക്കിയോ ഫൈറ്റിൽ ആദ്യം എന്തോ പ്രശ്നമുണ്ടായിരുന്നു. ഞാൻ ഇന്ത്യ ജെർസിയിട്ട് വിജയിച്ചു. അതിനുശേഷം സെക്കൻഡ് റൗണ്ടിൽ ആ ഫൈറ്റിൽ, അപ്പോഴാണ് സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞത്. അതിനുശേഷം നെക്സ്റ്റ് ഫൈറ്റിലേക്ക് ഞാൻ പോവുകയാണ്. ആ സമയത്ത് വന്ന് എന്നെ, അതായത് അവര് എത്രത്തോളം ഡിസ്റ്റർബ് ചെയ്തെന്നാൽ, നിങ്ങൾ ഈ ജെർസി ഒന്നും വിടാൻ പാടില്ല, എന്നെ മെന്റലി ഫിസിക്കലി ഡിസ്റ്റർബ് ചെയ്ത് ടോർച്ചർ ചെയ്തു. എനിക്ക് ആർഗ്യവും ചെയ്യാനാവില്ല, അതിനുള്ള സമയവുമില്ല. ഞാൻ വാമപ്പും ചെയ്യേണ്ടതാണ്. ചില സെക്കൻഡുകൾക്ക് മുൻപാണ് താങ്കൾ ഇന്ത്യ ജേഴ്സി ധരിക്കാൻ പാടില്ല, അത് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞത്. അതെ, ആ സമയത്ത് എനിക്ക് ശരിക്കും സമയമില്ലായിരുന്നു. ആ ഫൈറ്റിന് ശേഷം ഞാൻ ഫൈറ്റ് ചെയ്യാൻ പോകണം, ഒപ്പം ഞാൻ റെഡിയും ആകണം. പിന്നെ ഒരു വശത്ത് ഞാൻ വാമപ്പ് ചെയ്യണം. ഞാൻ എന്റെ ബോഡി വാമപ്പ് ചെയ്ത് എക്സസൈസ് ചെയ്ത് റെഡിയാക്കണം. പിന്നെ ഞാൻ അപ്പോൾ വാമപ്പ് ചെയ്യാതെ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഞാൻ റിങ്ങിനകത്തേക്ക് ചെല്ലാൻ സാധിക്കില്ല. എനിക്കത് വളരെ കഷ്ടമായിരുന്നു. എന്റെ ഇന്ത്യയുടെ ജെർസി എനിക്ക് അണിയാൻ സാധിക്കുന്നില്ല. വളരെ വിഷമമായിരുന്നു. ഞാൻ അത് ഇടാതെ എങ്ങനെ ഫൈറ്റ് ചെയ്യാനാണ്? മനസ്സിനകത്തൊരു ഫീൽ ഉണ്ടായിരുന്നു. വളരെ സങ്കടവും വളരെ വിഷമവുമായിരുന്നു. അവരൊരു ജെർസി തന്നു, ഞാൻ അത് ഇട്ടുകൊണ്ട് വന്ന് ഫൈറ്റ് ചെയ്തു. പിന്നെ ഞാൻ 2 റൗണ്ടിൽ ജയിച്ചു, 1 റൗണ്ടിൽ തോറ്റുപോയി. 3 റൗണ്ട് ഫൈറ്റ് ചെയ്യണമല്ലോ. 3 റൗണ്ടിൽ ആദ്യത്തെ റൗണ്ടിൽ അവർ ജയിച്ചു, രണ്ടാമത്തതിൽ ഞാൻ വിജയിച്ചു, തേർഡിലും ഞാനാണ് ജയിച്ചത്. വേറെ ആര് ജയിക്കാനാണ്? അത്രയുള്ളൂ. ഇതാണ് ബോക്സിംഗിന്റെ സിസ്റ്റം. അതാണ് റൂൾ. അവരെങ്ങനെ തോൽപ്പിച്ചെന്ന് എനിക്ക് ഒട്ടും മനസ്സിലായില്ല. ഞാൻ വിജയിച്ചെന്ന് ഞാൻ കൈപൊക്കി, വിക്ടറി. അതുകൊണ്ടാണ് ഞാൻ കൈപൊക്കിയത്. ഇതാണ് അവിടെ സംഭവിച്ചത്. അതിനുശേഷം അവർ അനൗൺസ് ചെയ്തത്, വിന്നറിനെ അനൗൺസ് ചെയ്തത്, എനിക്കൊന്നും തന്നെ കേട്ടില്ല. അവിടെ വളരെ ശബ്ദമായിരുന്നു. ആ ഒച്ചയിൽ എനിക്കൊന്നും കേട്ടില്ല. നമ്മൾ 2 റൗണ്ടിൽ വിജയിച്ചില്ലേ, അതുകൊണ്ട് ജയിച്ചായിരിക്കുമെന്ന് കരുതി. അതിനുശേഷം ഞാൻ റിങ്ങിന് താഴെ ഇറങ്ങിയതിനു ശേഷം അപ്പോഴാണ് എനിക്ക് കേട്ടത് ഞാൻ തോറ്റുപോയെന്ന്. അതിനുശേഷം എന്റെ മനസ്സ് എത്രത്തോളം ഉടഞ്ഞുപോയെന്നാൽ എന്തു പറയാനാ. 3 ദിവസം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, ഒന്നും കുടിച്ചിട്ടുമില്ല. അത്രത്തോളം ഞാൻ ട്രെയിനിങ്ങിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച്, അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അധ്വാനിച്ച്, ഡബിൾ ഹാർഡ്, ട്രിപ്പിൾ ഹാർഡ് ട്രെയിനിങ് ഒക്കെ ഞാൻ ചെയ്തു. പക്ഷേ ജംഷഡ്പൂരിൽ വെച്ച് ജഡ്ജസിന്റെ ജഡ്ജ്മെന്റ് ശരിയല്ലെന്ന് താങ്കൾക്ക് തോന്നി. താങ്കൾ ഒരു വഴക്കിനു വേണ്ടി പുറപ്പെട്ടു. താങ്കൾക്ക് തോൽവി അംഗീകരിക്കാൻ സാധിക്കുന്നു. അതായത് ജംഷഡ്പൂരിൽ നടന്ന ഇൻസിഡന്റ് എന്താണെന്നാൽ സാർ, ഞാൻ പറയാം. നാഷണലിൽ ചീഫ് കോച്ച് ഉണ്ടല്ലോ, അനുകുമാർ, അദ്ദേഹം. പിന്നെ അവിടെ ഉണ്ടായിരുന്ന പെണ്ണിന്റെ പേര് പിങ്കി. ഹരിയാനയിലുള്ളവർ, പിങ്കി ജംഗ്ര. ഞങ്ങൾ 2 പേരും ശത്രുക്കളാണെന്ന് അവർ കരുതുന്നു. റിങ്ങിനകത്തേക്ക് ചെന്നാൽ റിങ്ങിനകത്ത് അവരും ജയിക്കണമെന്ന് കരുതും, ഞാനും ജയിക്കണമെന്നേ കരുതുള്ളൂ.
അത് ജ്യേഷ്ഠനും അനിയനുമാണെങ്കിലും ചേച്ചിയും അനുജത്തിയുമാണെങ്കിലും വിജയിക്കണമെന്നല്ലേ കരുതൂ, അല്ലേ? അതല്ലേ ആ സ്ഥാനത്ത് നമ്മൾ അതല്ലേ ചെയ്യേണ്ടത്? ആരാദ്യം ചെല്ലണം, ആര് ജയിക്കണമെന്നത് നമ്മുടെ ശക്തി കൊണ്ടല്ലേ നമ്മൾ കളിക്കേണ്ടത്. നമ്മുടെ സ്മാർട്ട്നെസ് ഉപയോഗിച്ച് നമ്മൾ വിജയിക്കണമെന്ന് കരുതും. അതുപോലെ ഞാനും റിങ്ങിനകത്ത് ചെന്ന് വിജയിച്ചിട്ട് വന്നു. പക്ഷേ അതിനുശേഷം അവരുടെ മനസ്സിൽ എന്തു തോന്നിയെന്ന് എനിക്കറിയില്ല. ഹരിയാന, മണിപ്പൂർ, ഇത് ഡൽഹി, ഇത് പഞ്ചാബ്, ഇത് UP ഇങ്ങനെ പറഞ്ഞ് എല്ലാരെയും ശത്രുക്കളാക്കി. ഇത് ഏത് രീതിയിലുള്ള കളിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഗ്രൂപ്പായി തിരിച്ച് ഞങ്ങൾ എല്ലാരെയും ഓരോ മൂലയിൽ ഒതുക്കിക്കളഞ്ഞു. നോക്കൂ, ഞാൻ പറയുന്നത് സത്യമാണ്. എന്റെ ക്ഷമ നഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് പ്രയത്നിച്ചാണ് ഇവിടെ വന്നത്. എങ്ങനെ പറയാമെന്നാൽ, എന്നെ ഒരു പട്ടിയെപ്പോലെ ഞങ്ങൾക്ക് ട്രെയിനിങ് നൽകിയിട്ടുണ്ട്. ആ കോച്ച് ഒരു ക്വാളിഫൈഡ് ആയ ആളെ അല്ല, അദ്ദേഹം വോളിബോൾ കോച്ചാണ്. വോളിബോൾ കോച്ചിനെ ബോക്സിംഗ് കോച്ചായി മാറ്റി വച്ചിരിക്കുകയാണ് സർ. വോളിബോൾ കോച്ചിന് ബോക്സിംഗിനെ കുറിച്ച് എന്തറിയാനാണ്? അത് സത്യമാണ്. അദ്ദേഹം ഒരു ചീഫ് കോച്ചായി വന്നല്ലോ. ബോക്സിംഗിൽ ആര് ചീഫ് കോച്ചായി വരുന്നോ അവരുടെ കരിയർ അച്ചീവ്മെന്റിനെ നോക്കണം. നാഷണൽ പോലും കളിച്ചിട്ടില്ല. നാഷണലിൽ വെറും പാർട്ടിസിപ്പേറ്റ് മാത്രമാണ് ചെയ്തത്. ഏതോ കോളേജിലെ യൂണിവേഴ്സിറ്റിയിൽ കളിച്ചിരിക്കുന്നു. അതിനുശേഷം ബോക്സിംഗിൽ എന്തോ ഡിപ്ലോമോ ചെയ്തിരിക്കുന്നു. പിന്നെ അദ്ദേഹം കോച്ചായത്രേ. മര്യാദയ്ക്ക് ഒരു പഞ്ച് പോലും ചെയ്യാൻ അറിയില്ല. ഇങ്ങനെ അടിക്ക്, അങ്ങനെ അടിക്ക്, ഇതടിക്ക്, അങ്ങനെ ചെയ്യേ. നീ എന്നെ പഠിപ്പിക്കാണോ? പക്ഷേ എന്ത് ചെയ്യാനാ, ഞാൻ ഡിസ്റെസ്പെക്റ്റ് ഒന്നും ചെയ്യാറില്ല. യെസ് സർ, യെസ് മാം, യെസ് സർ, യെസ് മാം. ഇങ്ങനെ എനിക്കകത്ത് തന്നെ എന്റെ സ്ട്രാറ്റജി, എന്റെ ടെക്നിക്, എന്റെ സ്കില്ല് ഉപയോഗിച്ച് ഞാൻ മാനേജ് ചെയ്തോളും. പക്ഷേ ചില സമയത്ത് എനിക്ക് തോന്നും, എന്റെ ദൈവമേ ഇതിങ്ങനെ ആയല്ലോ എന്ന്. മനസ്സിലപ്പോ തോന്നിയിരുന്നോ ഇയാൾക്കൊരു നല്ല പഞ്ച് കൊടുത്താൽ എന്താ? ചില സമയത്ത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ചില സമയത്ത് നമുക്ക് അങ്ങനെ തോന്നും, ഇവൻ ഓവറായിട്ട് സംസാരിക്കുന്ന, അടിച്ചിവന്റെ മൂക്ക് പൊട്ടിച്ചാലോന്ന്. ബീങ് എ ഗേൾ, അതായത് ഒരു പെണ്ണായിട്ട്, അതും ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞു. ആൻഡ് അതിനുശേഷം കല്യാണം കഴിഞ്ഞു. കല്യാണത്തിന് ശേഷവും ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞു. കല്യാണത്തിന് ശേഷം ഒന്നും മാറില്ലെന്ന് ഞാൻ പ്രൂവ് ചെയ്തു. പ്രൂവ് ചെയ്യാനൊന്നും തന്നെ ഇല്ല. ബാക്ക് ടു ബാക്ക്. താങ്ക് യു, വളരെ നന്ദി. പിന്നെ ഞാനൊരു അമ്മയായതിനു ശേഷം വീണ്ടും ബാക്ക് ടു ബാക്ക്. എത്ര പ്രാവശ്യം വേൾഡ് ചാമ്പ്യൻഷിപ്പ് ബാക്ക് ടു ബാക്ക് കൺസിസ്റ്റന്റ്ലി ഞാൻ വാങ്ങിയിട്ടുണ്ടല്ലോ. ഞാൻ അമ്മയായതിനു ശേഷം വീണ്ടും വേൾഡ് ചാമ്പ്യൻഷിപ്പായി. പിന്നെ അടുത്ത ഒളിമ്പിക്സിൽ ഞാൻ ഇല്ലായിരുന്നു. അതിനുശേഷം ഞാൻ 4 ടൈംസ് മെഡൽ ജയിച്ചിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഗോൾഡ് ജയിക്കാനായില്ല. അത് തീർച്ചയായും എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിനു വേണ്ടി തീർച്ചയായും ഞാനും ഗോൾഡ് മെഡൽ ജയിക്കണമെന്നാണ് കരുതിയത്. അപ്പോൾ അതെന്റെ കാറ്റഗറിയിൽ ഇല്ലായിരുന്നു. പിന്നെ ഞാനൊരു ഹയർ കാറ്റഗറിയിൽ കളിച്ച് ചെറിയ തോതിൽ ഞാൻ മെഡൽ ജയിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഒരു മാച്ച് നടന്നില്ലേ, അതിൽ നിങ്ങള് 4 മണിക്കൂറിനുള്ള 2 കിലോ കുറച്ചില്ലേ? അത് വിനീഷ് പൊഗാട്ടയെ കൊണ്ടും കഴിയില്ലായിരുന്നു. നിങ്ങൾ എങ്ങനെ ചെയ്തു? പോലൻഡിൽ കോമ്പറ്റീഷന് പോയിരുന്നു. ഞങ്ങൾ രാത്രിയാണ് അവിടെ ചെന്നെത്തിയത്, മിഡ് നൈറ്റിൽ. 2 മണിക്കൂറിനകത്ത് തന്നെ നേരം വെളുക്കുന്നതാണ്. ആ സമയത്ത് ഞങ്ങൾക്ക് വെയിറ്റ് വേഗിൻ ഉണ്ടായിരുന്നു. ഒഫീഷ്യൽ വെയിറ്റ് വേങ് നമ്മൾ തീർച്ചയായും നൽകണം. അതും എപ്പോൾ? 7:30-ക്ക്. അതുകൊണ്ട് എനിക്ക് ഒട്ടും സമയമില്ലായിരുന്നു. പക്ഷെ എന്തു ചെയ്യാനാ, അറ്റ്ലീസ്റ്റ് അവർ ഞങ്ങൾക്കായി കുറച്ചു സമയം കൺസിഡർ ചെയ്തു. അവരിപ്പോൾ ജസ്റ്റ് മിഡ് നൈറ്റിലാണ് അറൈവായിരിക്കുന്നത്. സോ അവർക്ക് 2 മണിക്കൂർ സമയം നൽകാമെന്ന് കരുതി. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് 2 മണിക്കൂർ സമയം കിട്ടി, ചാൻസും കിട്ടി. 7:30-ൽ നിന്നും ഷിഫ്റ്റ് ചെയ്ത് 9:30-ലേക്ക് മാറ്റി. ഓക്കെ, സോ ആ സമയത്തിനകത്ത് നമുക്ക് എന്തു ചെയ്യാനാകും? നമ്മുടെ നാട്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ പോയിരിക്കുകയാണ്. ആൻഡ് ഈ വെയിറ്റിന്റെ കാര്യത്തിൽ ഒരുപക്ഷെ ഡിസ്ക്വാളിഫൈ ആയാൽ വലിയ നഷ്ടം. എനിക്കത് വന്ന് വളരെ എംബറൈസിംഗ് ആയിരുന്നു. കളിക്കാൻ ചെന്നിട്ട് വെയിറ്റ് ശരിക്കും നൽകാനായില്ലെങ്കിൽ എന്ത് കരുതും, അല്ലേ? നിങ്ങളും അങ്ങനെയല്ലേ ചിന്തിക്കുക? മേരിക്കം കളിക്കാൻ ചെന്നു, ഒരു വെയിറ്റ് പോലും ശരിക്കും നൽകിയില്ലെന്ന്, അല്ലേ? പറയൂ, അങ്ങനെയല്ലേ ചിന്തിക്കുക?
രാജ്യത്തിന്റെ കാശ് മുഴുവൻ ഞാൻ വേസ്റ്റ് ആക്കിയെന്ന് പറയും അല്ലേ? അങ്ങനെയല്ലേ ചിന്തിക്കുക? ഇല്ല മാഡം, ഉറപ്പായിട്ടും അങ്ങനെ ചിന്തിക്കും. നോണ. അവരിങ്ങനെ ചിന്തിച്ചാ അവർ നല്ല മനുഷ്യരല്ല മാഡം. നോണ. ഇതാണ് ഞങ്ങളുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ എന്തൊക്കെ ഫേസ് ചെയ്തെന്ന് നിങ്ങൾക്കറിയില്ല. ഓക്കെ, പക്ഷേ ഞാൻ അങ്ങനെ ഒരാളല്ല. അതായത് ആരുടെ പേരാ പറഞ്ഞേ? ദിനേശ്. എനിക്ക് ആ പേര് പറയാൻ ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ടാ നിങ്ങളോട് ചോദിച്ചത്. ഞാൻ അങ്ങനെയല്ല. ഓക്കെ, ഞാൻ വളരെ വ്യത്യസ്തയാണ്. ഞാൻ മറ്റുള്ള അത്ലറ്റിനെ പോലെ അല്ല. ഞാൻ വളരെ വ്യത്യാസമായവളാണ്. ഒരു തീരുമാനമെടുത്താൽ എടുത്തതാണ്. ഞാൻ ഒരിക്കൽ കമ്മിറ്റായി കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഞാൻ തന്നെ കേൾക്കില്ല. അതാണ് മേരി കോം. സോ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സ്കിപ്പിംഗ് റോപ്പ് 2 മണിക്കൂറിനകം 1 കിലോയാണ് കുറയ്ക്കാൻ സാധിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്? അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. മൈനസിലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു കിറ്റ് നൽകി സർ. വാം ക്ലോത്തുമില്ല, അതിലൊന്നുമില്ല. വാം ക്ലോത്ത്, ജാക്കറ്റ്, ഓവർകോട്ട്, അതിലൊന്നും തന്നെ ഇല്ല. ദൈവമേ, എക്സ്ട്രാ ഒന്നും തന്നെ തന്നില്ല. ഞങ്ങൾക്ക് ഒരേ കിറ്റാണ് ശിവനരേഷ് നൽകിയത്. ബെഡ്ഷീറ്റ് തന്നു, അത് വളരെ തണുപ്പായിരുന്നു. അതിനകത്ത് ആ കുഷൻ പോലും ഇല്ല. ശരീരം വാമാക്കുന്നത് പോലെ ഒന്നുമില്ല. എനിക്കപ്പോൾ എന്തു ചെയ്യാനാകും പറയൂ? പുറത്തു ചെന്നാൽ ശരീരം ഉറഞ്ഞു പോകുന്നത് പോലെ വല്ലാതെ ആയിപ്പോകുന്നു. ശരിക്കും അത്രയ്ക്ക് മൈനസ് ടെമ്പറേച്ചർ. വളരെ കഠിനമായിരുന്നു മൈനസ് ടെമ്പറേച്ചർ. ഒന്നും ചെയ്യാനായില്ല. ഒരു ചെറിയ റൂമുണ്ടായിരുന്നു. അതിനകത്ത് സ്കിപ്പിംഗ് ഞാൻ ചെയ്തുകൊണ്ടേയിരുന്നു. ഹൗ പാവം, ഞാനത് പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ നഷ്ടപ്പെട്ടുപോയി എന്റെ ധൈര്യം മുഴുവൻ. അത് വലിയ തെറ്റാണ്. അത് ഞാൻ 100 ഗ്രാം കുറയ്ക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അത് ഞാൻ ആ കമന്റ് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നഷ്ടം നമുക്ക് തന്നെയാ. മെഡൽ കിട്ടിക്കഴിഞ്ഞു ആൾറെഡി. പറയൂ, സിൽവർ കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ കൈവിട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ പറയൂ എന്തു ചെയ്യാനാകും? ഞാൻ ചെയ്യണമെന്ന് കരുതിയാൽ അത് ചെയ്തേക്കും. പറ്റില്ലെങ്കിൽ ഞാൻ തുടങ്ങിയേയില്ല. താങ്കൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിറ്റർമിനേഷൻ ഉണ്ടായി ചെയ്യണമെന്ന് മനസ്സുണ്ടെങ്കിൽ എല്ലാം ചെയ്യാമെന്നാണ്. അതായത് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ശരി, രാജ്യത്തിനു വേണ്ടി മെഡൽ നേടുന്നതാണ് പ്രധാനം. ബാക്കി കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യരുതെന്ന്. എക്സാക്ട്ലി. നിങ്ങൾ ഇപ്പോഴും ട്രെയിനിങ് ചെയ്യാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ദിവസം നിങ്ങൾ എത്ര മണിക്കൂർ ട്രെയിനിങ് ചെയ്യാറുണ്ട്? ഇപ്പോൾ ദിവസവും എനിക്ക് ട്രെയിനിങ് എടുക്കാനാകുന്നില്ല. കാരണം നിങ്ങൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ടു കാണും. കാരണം ഞാനിപ്പോൾ അല്പം വെയിറ്റ് ഇട്ടിരിക്കുകയാണ്. എനിക്കല്പം വെയിറ്റ് കൂടിയിട്ടുണ്ട്. പക്ഷേ എനിക്കിത് കുറയ്ക്കുന്നത് വളരെ എളുപ്പമാണ്. ചിന്തിച്ചാൽ വലിയ സമയമാകില്ല. ഒരു ദിവസം ഞാൻ ട്രെയിനിങ് എടുക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരേ ദിവസം കൊണ്ട് മൊത്തത്തിൽ ട്രാൻസ്ഫോം ആവും. മാഡം, നിങ്ങളെ ഇൻസ്പിറേഷനായി കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ട്രെയിനിങ് Very ചെയ്യുന്നത്. nice. നിങ്ങൾ ഞങ്ങൾക്ക് 2-3 മാജിക് പഞ്ചസിൽ ട്രെയിനിങ് തരാൻ ഓ, പറ്റുമോ? പ്ലീസ് മാം. അതും ഈ ഡ്രസ്സിലോ? മാം, ഞാൻ തീർച്ചയായും. ഗ്ലൗസും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഓഹോ, ഗ്ലൗസോട് കൂടിയാണോ ഇവിടെ വന്നിരിക്കുന്നത്? യെസ് മാം. ഓഹോ. വരൂ. സാർ അലോ ചെയ്തു കഴിഞ്ഞു. ആ, നിങ്ങൾ മേരി കോമിന്റെ റിയൽ ഫൈറ്റ് കണ്ടിട്ടില്ലല്ലോ അല്ലേ? എന്താ ശരിയല്ലേ? ആശംസകൾ മാഡം, നിങ്ങൾ ഇതിനെ ജയിക്കുള്ളൂ. നിങ്ങൾ ബോക്സിംഗ് പഠിക്കുന്നുണ്ടോ? എപ്പോ മുതലാ പഠിക്കുന്നേ? എത്ര ദിവസങ്ങളായി പഠിക്കുന്നു? 4 years മാം. 4 years. Yeah. You play national Yes also. മാം. Okay. സിൽവർ മെഡൽ. Very nice. താങ്ക് യു മാം. Okay, നമുക്ക് കളിക്കാം. 1, 2. Okay. 1, 2. ഇപ്പോൾ നമുക്ക് ഷാഡോ ബോക്സിംഗ് ചെയ്യാം. വാട്ട് എവർ യു ഡു. നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ ചെയ്യൂ. ചെറുതായി ടച്ചിങ് ചെയ്യാമോ?
ടച്ചിങ് ചെയ്യാമോ? ഓക്കെ മാം. രണ്ടുപേരോടൊപ്പം ഞാൻ ഫൈറ്റ് ചെയ്യില്ല. അതായത് ഓരോ ഓപ്പണന്റിനോടൊപ്പം ഒരാളോടൊപ്പമേ ഫൈറ്റ് ചെയ്യൂ. സോ വരൂ. മാഡം Okay. രണ്ടുപേരെ നോക്കൗട്ട് ചെയ്തേക്ക്. ആ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അടിക്കട്ടെ? നിങ്ങൾ എന്തായി പറയുന്നേ? അത്രയും ഇപ്പോൾ തന്നെ. നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ മേരി കോമിനോടുള്ള ചോദ്യങ്ങൾ നമ്മൾ തുടരുന്നതായിരിക്കും. ഞാൻ അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ താങ്കൾക്ക് പാനിപ്പൂരി കഴിക്കാൻ വളരെ ഇഷ്ടമാണ്. ആ കണ്ടുപിടിച്ചു കഴിഞ്ഞു. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി വേൾഡ് ചാമ്പ്യനായ മേരി കോമാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ചാമ്പ്യൻ ബോക്സർ മേരി കോമിന്റെ മേലുള്ള കുറ്റാരോപണം ഇവർക്ക് വാശി കുറച്ച് കൂടുതലാണ് എന്നുള്ളതാണ്. മേരി കോം, താങ്കളുടെ വിവാഹ സമയത്ത് എല്ലാവരും താങ്കളോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ താങ്കൾ ബോക്സിംഗ് എല്ലാം ഉപേക്ഷിച്ച് കുടുംബം നോക്കണമെന്ന്. പക്ഷേ 2 ദിവസത്തിനുള്ളിൽ താങ്കൾ എല്ലാം ഉപേക്ഷിച്ച് ട്രെയിനിങ്ങിന് വേണ്ടി പോയില്ലേ? ആക്ച്വലി ഞാൻ കല്യാണം കഴിച്ചത് ബോക്സിംഗ് വിടാൻ വേണ്ടിയല്ല. എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി കല്യാണമല്ല, ബോക്സിംഗിൽ എൻ്റെ കരിയർ രൂപീകരിക്കുന്നതാണ്. പക്ഷേ മറ്റൊന്ന് ഇതിൽ നോക്കിയാൽ- അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ താങ്കൾ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് വയറിനുള്ളിൽ ട്വിൻസ് ഉണ്ടായിരുന്നു. അതെ. അപ്പോ ഡോക്ടർ പറഞ്ഞു ഇത് വളരെ ആപത്തായ കാര്യമാണ്. പക്ഷേ താങ്കൾ അതൊന്നും കേൾക്കാതെ ബോക്സിംഗ് തീർച്ചയായിട്ടും ചെയ്യുമെന്നല്ലേ പറഞ്ഞത് അതെ. ഡെലിവറിക്ക് ശേഷം? നേരാണ്. ഡോക്ടർ എന്നോട് സജസ്റ്റ് ചെയ്തു, അതായത് 3 years വരെ ബോക്സിംഗ് പോകാൻ പാടില്ലെന്ന്. അത് മുഖ്യമെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഹെൽത്ത് വളരെ പ്രധാനമാണെന്ന് പറഞ്ഞു. അതും കടന്ന് നിങ്ങൾ റിസ്ക് എടുക്കുകയാണെങ്കിൽ അതിനും ഞങ്ങൾക്കും ഒരു റെസ്പോൺസും ഇല്ലെന്ന് പറഞ്ഞു. എന്തെങ്കിലും ആയാൽ അത് നിങ്ങളുടെ റെസ്പോൺസ് ആണെന്ന് പറഞ്ഞു. അതിന് ഞാൻ ശരി, ഓക്കെ, സാരമില്ലെന്ന് കരുതി. എന്റെ ഡെലിവറി കഴിഞ്ഞതും കുഞ്ഞിനെ ആക്കിയിട്ട് ഞാൻ ട്രെയിനിങ്ങിന് ചെന്നു. അല്ല പിന്നെന്ത് ചെയ്യാനാ? അങ്ങനെയാണ് പോയത്. ആ സമയത്ത് ട്രെയിനിങ് വളരെ അഗ്രസീവായിട്ട് ചെയ്തോ? എനിക്ക് അത്രയും ദാഹമുണ്ട്. അതുകൊണ്ട് എന്റെ പ്രശ്നങ്ങൾ കാരണം വയറ്റിൽ കത്തി കൊണ്ടു. അതുകൊണ്ട് പാടുണ്ടായി. അതുകൊണ്ട് ഉടനെ ചെയ്യാൻ സാധിച്ചില്ല. അകത്ത് ശക്തി കൂടുതലായിട്ടുണ്ട്. പക്ഷേ എന്റെ ശരീരം മുഴുവനായി ഹീലായില്ല. അത്രേ ചെയ്യാൻ സാധിച്ചുള്ളൂ. എന്റെ കപ്പാസിറ്റിയുടെ അളവേ ഞാൻ ചെയ്തുള്ളൂ. അതിനുശേഷം പതുക്കെ പതുക്കെയാണ് ഞാൻ പുഷ് ചെയ്തത്. 3 monthsൽ ഞാൻ വീണ്ടും ഫിറ്റായി. അതായത് നമ്മുടെ അകത്തുള്ള ആ ഇൻട്രസ്റ്റ് വളരെ മുഖ്യമാണ്. ആത്മാർത്ഥമായി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ എന്നെ സംബന്ധിച്ച് തീർച്ചയായും താങ്കൾ 3 മാസത്തിനുള്ളിൽ ഫിറ്റ് ആയതിനു ശേഷം താങ്കൾ ഞാൻ വേൾഡ് തയ്യാറായി. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി. അതിനുശേഷം ഞാൻ അവിടെ ചെന്ന് വേൾഡ് ചാമ്പ്യനുമായി. ഇത് നമ്മുടെ രാജ്യത്തുള്ള ആർക്കും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. പ്രഗ്നന്റ് ആയതിനു ശേഷം, ഡെലിവറി ആയതിനു ശേഷം ഒരു സ്ത്രീ റിങ്ങിൽ ചെന്ന് വേൾഡ് ചാമ്പ്യൻ ആകുന്നത്. അതെ, താങ്കൾ ആ ഫൈറ്റിന് പോയ സമയത്ത് താങ്കളുടെ മനസ്സിൽ എന്ത് ചിന്തകളാണ് വന്നത്? അതായത് എന്റെ ഉള്ളിൽ വിശപ്പുള്ളതുവരെ, എന്റെ ദാഹമുള്ളതുവരെ ഞാൻ പോരാടാൻ തീരുമാനിച്ചു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്റെ കാറ്റഗറി ഒളിമ്പിക്സിൽ ഇൻക്ലൂഡ് ആകും, ഏഷ്യൻ ഗെയിംസിൽ ഇൻക്ലൂഡ് ആകുമെന്ന്. ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ഒരുപാട് സമയമെടുത്തു. എന്റെ കാറ്റഗറി ഒളിമ്പിക്സിൽ ഇൻക്ലൂഡ് ആയതും 2, 3, 4 പ്രാവശ്യം ഞാൻ ഒളിമ്പിക്സിൽ ജയിച്ചു. നമ്മുടെ നാട്ടിന് ഞാൻ മെഡൽ വാങ്ങിക്കൊടുത്തു. കോമൺവെൽത്ത് ഗെയിം, ഏഷ്യൻ ഗെയിംസ്, ഒളിമ്പിക് ഗെയിംസ്
ഈ 3 ഗെയിംസിലും നടന്നില്ല. ഞങ്ങൾക്കൊന്നും തന്നെ കിട്ടിയില്ല. അതുപോലെ അക്നോളജിയും വലുതായി കിട്ടിയില്ല. പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് വന്ന് അർജുൻ അവാർഡ് നൽകി ഹോണർ ചെയ്തു. പക്ഷെ എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഡെലിവറി ആയതിനു ശേഷം, കുട്ടികൾ ഉണ്ടായതിനു ശേഷം ആരും തന്നെ പ്രതീക്ഷിച്ചില്ല താങ്കൾ റിങ്ങിലേക്ക് പോയി ചാമ്പ്യൻ ആകുമെന്ന്. പക്ഷേ ആ സമയത്ത് താങ്കളുടെ മനസ്സിൽ എന്ത് ചിന്തയായിരുന്നു വന്നത്? ആ ഫൈറ്റ് താങ്കൾ ചെയ്യാൻ പോകുന്ന സമയത്ത് താങ്കളുടെ മനസ്സിലുണ്ടായ തോന്നലുകൾ എന്താണ്? അതായത് എനിക്ക് ഡെലിവറി കഴിഞ്ഞ ഉടനെ പോകണമായിരുന്നു. എൻ്റെ മനസ്സിനകത്ത് അത് മാത്രമായിരുന്നു. എപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ റിങ്ങിനകത്തേക്ക് പോകുമെന്നത്. പിന്നെ ഒരു പ്രാവശ്യം എനിക്ക് ട്വിൻസ് ജനിച്ചു. ഞാൻ 3 മന്ത്സിൽ ട്രെയിനിങ് കുട്ടികളുടെ എന്നോട് കൂടെ ഇരിക്കാൻ പറഞ്ഞു, എന്നോട് ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ജീവിതം മുഴുവൻ ആക്റ്റീവായിരുന്ന് എനിക്കത് പ്രാക്ടീസായിപ്പോയി. എനിക്ക് വീട്ടിലിരിക്കാൻ വളരെ കഷ്ടമായിരുന്നു. അതായത് താങ്കൾ പങ്കെടുത്ത ആ ചാമ്പ്യൻഷിപ്പിൽ ഞാൻ ഇങ്ങനൊരു സാഹചര്യത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്, എനിക്ക് ജയിക്കാൻ പറ്റുമെന്നൊരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെ വല്ലതും? അതെ, പേടിയുണ്ടായിരുന്നു. അത് പിന്നെ 100% ട്രെയിനിങ് എടുക്കണമെന്ന് ചിന്തിച്ചു. പക്ഷെ എനിക്കത് പറ്റിയില്ല. ചില സമയങ്ങളിൽ ആ സ്കാറിൽ അല്പം ഇറിറ്റേഷൻ വരാൻ തുടങ്ങി. ചില സമയങ്ങളിൽ അത് വലിക്കുന്നത് പോലെയിരിക്കും, ചില സമയങ്ങളിൽ നല്ല വേദനയായിരിക്കും. അതുകൊണ്ട് മാക്സിമം എത്ര ട്രെയിനിങ് എടുക്കാൻ സാധിക്കുമോ അതെനിക്ക് എടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ചില സമയങ്ങളിൽ ആ സമയത്ത് എനിക്ക് എൻ്റെ കോൺഫിഡൻസ് കുറയാൻ തുടങ്ങി. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നത്ര ഞാൻ ബെസ്റ്റായിട്ട് കളിച്ചു. അവസാനം റിസൾട്ടും വന്നു. Proud of you. Really respect you. ഇവിടെ യങ്ങേഴ്സ് ആരെങ്കിലും ഈ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു? ഉണ്ടെങ്കിൽ ചോദിക്കൂ. കല്യാണത്തിന് ശേഷം ഹസ്ബൻഡ്, ഇൻലോസ്, ഹൗസ് ഹോൾഡ് വർക്ക് ഇങ്ങനെ ഒരുപാട് ഉണ്ടാകും. നിങ്ങളുടെ കല്യാണത്തിന് ശേഷം നിങ്ങളുടെ ഹസ്ബൻഡിനെയും ഇൻലോസിനെയും എങ്ങനെ കൺവിൻസ് ചെയ്തു നിങ്ങളുടെ ബോക്സിംഗ് തുടരാൻ വേണ്ടിയിട്ട്? അതായത് ഫാമിലിയിലുള്ള പെൺകുട്ടികൾക്ക് തീർച്ചയായിട്ടും അവർക്ക് ഈ ചോദ്യങ്ങൾ വരാറുണ്ട്. എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്? അതെ, ഒരുപാട് ചോദ്യങ്ങളുണ്ടാകും. നിങ്ങളുടെ ഒരു ചില ഇൻലാസ് സപ്പോർട്ടായിട്ടും ഇരിക്കും ഈസിലി അല്ലേ. ഒരു ചില ഇൻലാസ് നിങ്ങൾ നോക്കിയാൽ പെർമിഷൻ നൽകില്ല, നിങ്ങളെ വെറുക്കാനും തുടങ്ങും. അവർക്കെതിരായി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാനൊന്നും ദൈവമല്ല ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ. നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ അമ്മായിയമ്മമാരും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്കൊക്കെ നല്ല അമ്മായിയമ്മമാരെ കിട്ടണമെന്ന്. അതുപോലെ തന്നെ നിങ്ങൾ ഭാവിയിൽ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും നിങ്ങൾ ഒരുപാട് അച്ചീവ് ചെയ്യണം. നിങ്ങൾക്കൊരുപാട് സ്നേഹവും സപ്പോർട്ടും കിട്ടണം. ഞാൻ പ്രാർത്ഥിക്കാം. മാം, ഇന്ത്യയിൽ പൊതുവായിട്ട് ആഫ്റ്റർ ഹാവിംഗ് കിഡ്സ് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്നാൽ അതിനുശേഷം അവരുടെ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യണം, അവരെ നല്ല രീതിയിൽ നോക്കണം. പെണ്ണുങ്ങളെല്ലാം ആ പ്രഷറിൽ അവരുടെ കരിയർ തന്നെ വിട്ടുകളയാറുണ്ട്. ഞങ്ങൾ അതാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. മാനേജ് ചെയ്തു ഞങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യണം? വൺസ് വി ഗീവ് എ ബർത്ത്, യു നോ, ആ സിറ്റുവേഷൻ നിങ്ങൾ ഡീൽ ചെയ്യുന്നത്, അതിനുശേഷം ആ സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വരുന്നത് വളരെ കഷ്ടമാണ്. അതിനുശേഷം നമ്മളെ സ്ട്രോങ് ആക്കിക്കൊണ്ട് അതിനെ കടന്നു ചെല്ലുന്നത് അത്ര ഈസി ടാസ്ക് അല്ല. നമ്മൾ മെന്റലി വളരെ സ്ട്രോങ് ആയിരിക്കണം. ഡബിൾ ട്രിപ്പിൾ അത്രത്തോളം വേണം. ആദ്യം ഞാൻ പറഞ്ഞത് വിൽ പവർ, ശരിയല്ലേ? മെന്റലി സ്ട്രോങ് ആയിരിക്കുന്നത് വളരെ മുഖ്യമാണെന്ന് പറഞ്ഞു. ഇതുപോലത്തെ കാര്യങ്ങളിൽ ഡബിൾ ആയിരിക്കണം, ത്രിബിളായും ഇരിക്കണം. ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? പൊതുവെ പെണ്ണുങ്ങൾക്ക് ഓരോ മാസവും പീരീഡ്സ് ടൈമിൽ 5-6 ദിവസത്തേക്ക് ഭയങ്കര ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യും. ബാക്ക് പെയിൻ, മൂഡ് സ്വിങ്സ് എല്ലാം ഉണ്ടാവാറുണ്ട്. താങ്കളും ഇതുപോലെ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ അതുപോലുള്ള സമയത്ത് മാച്ചിലുണ്ടായിരുന്നപ്പോൾ എങ്ങനെയാണ് അതൊക്കെ ഫേസ് ചെയ്തത്? നല്ല ചോദ്യം. എക്സാക്ട്ലി, ബീങ് എ ഗേൾ, ബീങ് എ വുമൺ, ദിസ് ഈസ് നേച്ചർ. ഇത് നാച്ചുറലായതാണ്. നമുക്ക് പീരീഡ്സ് വരുന്നത് അതാണ് പെണ്ണുങ്ങൾക്ക് മുഖ്യമായ സത്യമായ ഒരടയാളം. വി ആർ വുമൺ അല്ലേ? പീരീഡ്സ് വന്നില്ലെങ്കിൽ നമ്മൾ പെണ്ണല്ല എന്ന് പറയും അല്ലേ? എന്തു ചെയ്യാനാ?
ഞാൻ പറയുന്നത് സത്യമാണോ അല്ലയോ പറയൂ. നിങ്ങൾ പറയുന്നത് ശരിയാണ് മാഡം. ഈ ബോഡി ട്രാൻസ്ഫോം ആകും. ആണുങ്ങളെ കണ്ടോ, നല്ല ബലത്ത ശരീരമായിരിക്കും. എന്തുപറ്റി? ജിമ്മിലൊക്കെ ചെന്ന് ബോഡി ബിൽഡിംഗ് ചെയ്യുന്നുണ്ടല്ലോ, അവരെന്താ കുറഞ്ഞവരാണോ? അവര് സ്ത്രീകളെ പോലെയാണെങ്കിൽ എങ്ങനെയായിരിക്കും? നന്നായിരിക്കുമോ? ഞാൻ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒരുപാട് പ്രാവശ്യം ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ വേൾഡ് ചാമ്പ്യൻഷിപ്പ് കളിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യം അതിൽ കളിച്ചിട്ടുണ്ട്. അതായത് എന്റെ ഓരോ വേൾഡ് ചാമ്പ്യൻഷിപ്പിലും എനിക്ക് പീരിയഡ്സ് വരും. മാത്രമല്ല എനിക്ക് എന്റെ വളരെ സ്ട്രോങ് ആയ ഒരു കാര്യം എന്താണെന്നാൽ പീരിയഡ്സ് ടൈമിൽ ഞാൻ വളരെ സ്ട്രോങ് ആയിരിക്കും. ഭയങ്കരമായൊരു എനർജി കിട്ടും. പക്ഷേ എല്ലാ പെണ്ണുങ്ങൾക്കും അങ്ങനെ അല്ലെന്ന് എനിക്കറിയാം. ഒബ്വിയസ്ലി അത് വളരെ ഡിസ്കംഫർട്ടായിരിക്കും. ശരീരത്തിനകത്ത് എന്തൊക്കെ ചെയ്യും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത് വളരെ കഷ്ടമായ കാര്യമാണ്. ഞാനും ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. പീരിയഡ്സ് ടൈമിൽ ട്രെയിനിങ്ങിന് വരില്ല, 2-3 ദിവസത്തേക്ക് ലീവ് എടുക്കും. പക്ഷേ ഇക്കാര്യത്തിൽ എന്റെ ബോഡിയിൽ എങ്ങനത്തെ ഹോർമോണാണ് ഉണ്ടാകുന്നത്, നിങ്ങളുടെ ബോഡിയിൽ ഏത് ഹോർമോണാണ് ഉണ്ടാകുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കും അതുപോലെ തീർച്ചയായും സഹിക്കാനാവാത്ത പെയിൻ ആയിരിക്കുമെന്ന് എനിക്ക് മനസ്സിലാകുന്നു, അല്ലേ? ശരിയല്ലേ? സോ യു ഹാവ് ടു നോ യുവർ ബോഡി. നിങ്ങളെ കൊണ്ട് ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നെ കൊണ്ട് പറ്റുമെന്ന് എന്റെ ബോഡിയെ മനസ്സിലാക്കിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. എനിക്കൊരിക്കലും മിസ്സായിട്ടില്ല. ഈവൻ ഡ്യൂറിങ് മൈ പീരിയഡ്സ് വളരെ വലിയ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്താൽ എനിക്ക് ലോസ്. ഇത്ര വർഷങ്ങളായി ഇത്ര അധ്വാനിച്ച് ഞാൻ ഇത്ര ദൂരം വന്നിരിക്കുകയാണ്. അത് തകർന്നു പോവില്ലേ? പിന്നെ എന്തു ചെയ്യാനാകും? അതുപോലുള്ള സമയത്തും നമ്മൾ പുതിയതായി എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കണം. എന്താ ശരിയല്ലേ? കറക്റ്റ്. താങ്കൾ പറഞ്ഞു വരുന്നത് ഒരു സിറ്റുവേഷനിലും നമ്മൾ പേടിക്കാൻ പാടില്ല. അതെ, എല്ലാ കാര്യങ്ങൾക്കും ഒരു സൊല്യൂഷൻ തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായും. ഞാൻ താങ്കളുടെ ഒരു ബൗട്ടിൽ സംഭവിച്ച കാര്യത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. 2022 ആ ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിരുന്നു. റിങ്ങിൽ നിന്നും താങ്കളെ തോളിൽ ചുമന്നുകൊണ്ട് വരുന്ന ഒരു ഫോട്ടോ ആണ് കണ്ടത്. അത്രത്തോളം താങ്കൾക്ക് പരിക്ക് പറ്റിയിരുന്നു. നേരാണ്. അത് കോമൺവെൽത്ത് ഗെയിംസിൽ ട്രയൽ സെക്ഷൻ നടക്കുകയായിരുന്നു IG സ്റ്റേഡിയത്തിൽ. അപ്പോൾ എനിക്കുണ്ടായ ഇഞ്ചറി മൈനർ അല്ലായിരുന്നു, വളരെ മേജറായിരുന്നു. എന്റെ ACL, MCL, മിനിസ്കൽസ് 3 പ്രശ്നത്തിലായി. വെറും ACL മാത്രമായിരുന്നെങ്കിൽ 3 monthsൽ കംബാക്ക് കൊടുക്കായിരുന്നു. എനിക്ക് 1.5 വർഷമായി. അതിൽ പിന്നെ റീഹാബിലിറ്റേഷൻ, എല്ലാ എക്സസൈസും ഞാൻ തുടങ്ങി. അതിനുശേഷം ചില സമയങ്ങളിൽ എനിക്ക് തോന്നി എനിക്ക് ധൈര്യം നഷ്ടപ്പെട്ടു, ഞാൻ തോറ്റുപോയി എന്നൊക്കെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അത് എത്ര പെയിൻഫുൾ ആയിരുന്നെന്നാൽ വളരെ അൺബെയറബിൾ പെയിൻഫുൾ ആയിരുന്നു. ഓപ്പറേഷൻ നടക്കുമ്പോൾ പോലും പ്ലീസ് ഡോക്ടർ എനിക്ക് വീണ്ടും ഇഞ്ചക്ഷൻ ഇടൂ എന്ന് ഞാൻ ചോദിച്ചു. ഓക്കേ, ഞാൻ വീണ്ടും പെയിൻ കില്ലേഴ്സ് ചോദിച്ചു. ശരീരത്തിൽ അവിടെവിടെയായി ഒരുപാട് ഇഞ്ചക്ഷൻ ഇട്ട് ഒരുപാട് ടാബ്ലറ്റ്സ് തന്നു. ട്രിപ്സൊക്കെ ഇട്ടു, എന്തൊക്കെ ചെയ്തു. പിന്നെ ഒരു ബട്ടണുണ്ട്, അതായത് 2 പെയിൻ കില്ലർ ഇവിടെ ഒന്ന് അവിടെ ഒന്ന് വെച്ചിരിക്കുന്നു. അതിനുശേഷം ഒരു ബട്ടൺ എന്റെ കയ്യിൽ തന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് വേദന ഒരുപാട് സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ പെയിൻ അൺബെയറബിൾ ആണെങ്കിൽ പ്രസ് ദ ബട്ടൺ. ഞാനത് നിർത്താതെ അമർത്തിക്കൊണ്ടേയിരുന്നു. എന്തു ചെയ്യാനാ? ഞാൻ പറ്റുന്നത്ര എന്റെ മൈൻഡ് സ്ട്രോങ് ആക്കിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് പോലും എനിക്ക് പറ്റിയില്ല. പക്ഷേ ദൈവമുണ്ട്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ പെട്ടെന്ന് എന്നെ വേദനയിൽ നിന്ന് പുറത്തു കൊണ്ടുവരണേന്ന്. പിന്നെ ഞാൻ കംബാക്ക് കൊടുക്കണമെന്നതിനു വേണ്ടി എന്റെ കാല് മുഴുവൻ ഞാൻ ഇങ്ങനെ കെട്ടിവെച്ചു. അതായത് ഇങ്ങനെ. ഓക്കെ, ഇപ്പോഴും ശബ്ദം കേൾക്കുന്നുണ്ട്. ഇറ്റ്സ് സൗണ്ടിങ്. സോ ഇങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ ഈ കാല് ബെൻഡ് ചെയ്യുന്നത്, ഇത് ഇങ്ങനെ മടക്കുന്നത്. അത് വളരെ കഷ്ടമായിരുന്നു. ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നത് അത് വളരെ കഷ്ടമായിരിക്കും.
I would like to say thank you, OGQ, for love and support. Especially പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം ഇഞ്ചുറി ആയിട്ടും താങ്കൾ റിക്കവറായി വീണ്ടും റിങ്ങിലേക്ക് തന്നെ എത്തി. ജനങ്ങളെല്ലാം ചോദിക്കുന്ന ചോദ്യം മേരികോമിന്റെ അടുത്ത് അത്രയ്ക്ക് എന്താ ഉള്ളത്, എന്താണ് അവര് ആഹാരമായിട്ട് കഴിക്കുന്നതെന്ന്. അതായത് സത്യം എന്താണെന്നാൽ എനിക്ക് ഇഞ്ചുറി കൊണ്ടതിന് ശേഷം ഞാൻ ബോക്സിംഗ് സ്പെഷ്യലി ജനങ്ങൾക്ക് വേണമെങ്കിൽ അറിയാതിരിക്കാം സിറ്റുവേഷൻ എന്താണ്, എന്റെ ജീവിതത്തിൽ എന്താണ് നടന്നതെന്ന് അതിനെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. ഞാൻ റിങ്ങിൽ നിന്നും പുറത്തു വന്നു, റിട്ടയർമെന്റ് എടുത്തെന്നൊക്കെ എല്ലാരും കരുതി കാണും. പക്ഷേ ബോക്സിംഗ് ഫെഡറേഷൻ അറിയാമല്ലോ. ഫെഡറേഷനിൽ നിന്ന് ഒരാൾ പോലും എന്നോട് വന്ന് ചോദിച്ചില്ല. പറയൂ. ഐ വാസ് ഷോക്ക്ഡ്. പ്രസിഡന്റ് ആകട്ടെ, സെക്രട്ടറി ആകട്ടെ, അതുപോലെ തന്നെ കോച്ച്, ഐ വാസ് ഷോക്ക്ഡ്. ആരും തന്നെ അന്വേഷിച്ചു വന്നില്ല. ഒരാൾ പോലും വന്നില്ല. അല്ല, ഞാൻ ചിന്തിച്ചു 20 വർഷങ്ങളായി ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നിട്ട് പോലും ഒരാൾ പോലും എന്നെ അന്വേഷിച്ചെത്തിയില്ല എനിക്ക് എന്തു പറ്റിയെന്ന്. ഒരു കേട്ടസി പോലുമില്ല. ഐ ഫീൽ സോ ബാഡ്. എനിക്ക് വളരെ കഷ്ടമായിരുന്നു. പോട്ടെ, ദൈവം അദ്ദേഹത്തെ തീർച്ചയായും ശിക്ഷിക്കും. ദൈവം ശിക്ഷിക്കുമോ ഇല്ലയോ അത് ദൈവത്തിന്റെ കയ്യിലാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ അവരോട് ക്ഷമിച്ചു, അത്രയും തന്നെ. അതുപോലെ മറ്റൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു, താങ്കൾക്ക് പാനിപ്പൂരി കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. അതെ, കണ്ടുപിടിച്ചു കളഞ്ഞു. നേരാണ് സർ. ഇവിടെ ആർക്കൊക്കെയാണ് പാനിപൂരി കഴിക്കാൻ ഇഷ്ടം? കൈ പൊക്കിക്കേ. സാർ കണ്ട, എല്ലാരും കൈ ഉയർത്തുന്നുണ്ട്. പക്ഷേ ഒരു പ്രാവശ്യം താങ്കൾ 50 പാനിപ്പൂരിയാണ് കഴിച്ചത്. ഓ മൈ ഗുഡ്നസ്, ദൈവമേ, സത്യമാണ്. ആരംഭത്തിൽ എനിക്ക് അതിനെക്കുറിച്ച് പാനിപൂരി കഴിക്കുന്നതാണെന്ന് പോലും അറിയില്ലായിരുന്നു. ഞങ്ങളുടെ ക്യാമ്പിലെ പെണ്ണുങ്ങളുണ്ടല്ലോ, എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവരാണ് എന്നെ കൊണ്ടുപോയത്. വരൂ, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം, സ്നാക്സ് എന്തെങ്കിലും കഴിച്ചിട്ട് വരാന്ന് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ അവിടെ പഴയ നെഹ്റു സ്റ്റേഡിയം ഉണ്ടല്ലോ, ലോത്തി റോഡ്, അവിടെ ക്രോസ് ചെയ്ത് ചെന്നാൽ അവിടെ ഒരു ലോത്തി റോഡ് ഉണ്ടല്ലോ, അവിടെയാണ്. അദ്ദേഹം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം കൈ കൊണ്ട് എടുത്ത് ഇങ്ങനെ മുക്കി ഇങ്ങനെ ആ പൂരി പൊട്ടിച്ചു മുക്കി. ഇപ്പൊ അത് ചിന്തിച്ചാൽ അത് അത്ര ഹൈജീനായ സ്ഥലം പോലുമല്ല. നിങ്ങൾ നോക്കിയാൽ ഏരിയ പോലും വൃത്തിയില്ല. പക്ഷേ ഇപ്പോൾ നന്നായി മാറിയിട്ടുണ്ട്. പക്ഷേ പാനിപ്പൂരി നന്നായിരിക്കും. സർ, ഞങ്ങൾ വന്ന് എന്തു പറ്റിയെന്നാൽ നല്ലതാണോ ചീത്തയാണോന്ന് എനിക്കറിയില്ല. 2 വീക്സിന് ശേഷം ഞങ്ങൾ ടൂർ പോകണം. സെലക്ഷനായി, പിന്നെ എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞു. വെയിറ്റ് നമ്മൾ എപ്പോഴും കൺട്രോളിൽ വെച്ചിരിക്കണം. ഓരോ ദിവസവും നമ്മളത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ വെയിറ്റ് കൺട്രോൾ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്തെങ്കിലും കഴിച്ച് വെയിറ്റ് ഇടാൻ പാടില്ല. സോ ആഹാരം കഴിച്ചില്ല, ഫാസ്റ്റിംഗ് ആണ്. പക്ഷെ പാനിപൂരി 50 എണ്ണം. അയ്യോ, ആ സമയത്ത് ഒരെണ്ണം 1 രൂപയാണ്. പറയൂ, 50 ഒരു പ്രശ്നമേ അല്ല. കഴിച്ചുകൊണ്ടേയിരുന്നു, ഒന്നും പറ്റിയില്ല. എനിക്കത് തുടക്കത്തിൽ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അത് പിന്നെന്താ, ഇപ്പോഴും എനിക്കത് ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് അത്ര കഴിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ 2-3 എണ്ണം കഴിച്ച ഉടനെ വയറ് ഫുള്ളാകുന്നു. ആ സമയത്ത് ഞാൻ എത്രത്തോളം കഴിച്ചെന്ന് വെച്ചാൽ അത്രത്തോളം തരുന്നതൊക്കെ കഴിച്ചോണ്ടേയിരുന്നു. പക്ഷെ വെയിറ്റ് കൂടുമെന്ന് പേടിച്ച് 50ഓടെ ഞാൻ നിർത്തി, പിന്നെ കഴിച്ചില്ല. ഓ മൈ ഗോഡ്. അത് ഞാൻ മാത്രമല്ല, എന്റെ പാർട്ട്ണർ, അവളും ഉണ്ടായിരുന്നു, ജെനി, മിസോറാമിലെ പെണ്ണ്. 2 പേരും ചേർന്ന് കഴിച്ചുകൊണ്ടേയിരുന്നു. ആവശ്യത്തിലധികം 2 പേരും പാനിപൂരി കഴിച്ചു. ആഹാരം പോലും കഴിക്കാതെ അത് കഴിച്ചു. ആഹാരം കഴിച്ചാൽ വെയിറ്റ് കൂടുമെന്ന് പാനിപൂരി കഴിച്ചു. നിങ്ങൾ വളരെ നന്നായിട്ട് പാടുമല്ലോ. പ്ലീസ് നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടൊന്ന് പാടാവോ?
बरी हो जाओ बरियों के रानी क्या होगा मेरी प्रेम कहानी मेरे सवालों का जवाब दो दो ना हाँ दो ना ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ മേരി കോമിനോടുള്ള ചോദ്യങ്ങൾ നമ്മൾ തുടരുന്നതായിരിക്കും. അതായത് അദ്ദേഹത്തിന്റെ കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ ഇലക്ഷനിൽ നിർത്താൻ വേണ്ടി. എത്ര നുണയനായ മനുഷ്യനാണെന്ന് കേട്ടാൽ അലിഗേഷൻസ്. तुझसे नाराज नहीं जिंदगी हैरान हूँ मैं हो हैरान हूँ मैं ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വേൾഡ് ചാമ്പ്യനായ മേരി കോമിനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ചാമ്പ്യൻ ബോക്സർ മേരി കോമിന് മേലുള്ള കുറ്റാരോപണം ഇവർക്ക് സ്വാർത്ഥത കൂടുതലാണ് എന്നുള്ളതാണ്. മേരി കോം, താങ്കൾ ആപ്കി അദാലത്തിൽ മറച്ചുവെച്ചിരുന്ന ആ കണ്ണീരിന്റെ കഥ എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാം. വിജയിച്ചതിന് ശേഷം, താങ്കൾ ഉന്നതിയിലെത്തിയതിനു ശേഷം താങ്കൾ താങ്കളുടെ ഭർത്താവിനെ ഉപേക്ഷിച്ചതായിട്ടാണ്. ഞാനങ്ങനെ ചെയ്തില്ല. അദ്ദേഹമാണ് എന്നെ പറ്റിച്ചു, വിട്ടിട്ട് പോയി. കടന്ന 2 വർഷങ്ങളായി ഞാൻ ഇതിനെക്കുറിച്ച് പുറത്തു പറഞ്ഞില്ല. അതായത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സക്സസ്ഫുൾ കരിയർ ഉപേക്ഷിച്ച്. ഏത് സക്സസ്ഫുൾ കരിയർ? അങ്ങനെ ഒരു സക്സസ്ഫുൾ കരിയറേ ഇല്ല. തെരുവുകൾ തോറും ഫുട്ബോൾ കളിക്കും. നിങ്ങളും കളിക്കാറുണ്ടല്ലോ അല്ലേ? പറയോ, നിങ്ങളെല്ലാരും സുനിൽ ഛത്രിയായോ അല്ലെങ്കിൽ ബൈജുൻ ബുട്ടിയായോ? സത്യം പറയണമെങ്കിൽ കല്യാണം കഴിഞ്ഞു, എന്റെ ഏണിങ്സ് ഉപയോഗിച്ചാണ് എല്ലാം നടന്നത്. 1 രൂപ പോലും അധ്വാനിച്ചിട്ടില്ല. അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ അദ്ദേഹം കുട്ടികളെയും വീടും ഒക്കെ നോക്കി തന്റെ ജീവിതം സാക്രിഫൈസ് ചെയ്തു. പക്ഷേ അങ്ങനെയെല്ലാം ഒന്നും തന്നെ ഇല്ല. എന്ത് ത്യാഗം ചെയ്തു? എന്റെ അമ്മയുണ്ട്, പിന്നെ സഹായിക്കാൻ സ്ത്രീകളുണ്ട്. എല്ലാം തന്നെ അവര് ചെയ്യും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉറങ്ങിക്കൊണ്ടേയിരിക്കും. ജോലിയില്ലാത്തൊരു ഹോം മിനിസ്റ്റർ. ഇദ്ദേഹം എങ്ങനത്തെ ആണായിരിക്കും? ഒരു പെണ്ണിന്റെ അധ്വാനത്തിലിരുന്ന് കഴിക്കുന്നു. ഇതിനെ എന്തു പറയാനാ? എനിക്കത് വളരെ കഷ്ടമായിരുന്നു. ഞാൻ അധ്വാനിച്ച് എല്ലാം തന്നെ നൽകി. ഞാൻ അദ്ദേഹത്തിന്റെ മേലിൽ വെച്ചിരുന്ന വിശ്വാസം, ട്രസ്റ്റ്, ഫെയ്ത്ത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എന്റെ അക്കൗണ്ട് ശൂന്യമാകാൻ പോവുകയാണെന്ന്. അപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത് താങ്കൾ സമ്പാദിച്ച പണം എല്ലാം താങ്കളുടെ അക്കൗണ്ടിൽ നിന്നും അദ്ദേഹം എടുത്തു എന്നോ? എല്ലാം തന്നെ എടുത്തു. അത്രയും വർഷം ഞാൻ എന്റെ അക്കൗണ്ട് ചെക്ക് ചെയ്തിട്ടേയില്ല. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ ഭർത്താവല്ലേ, എല്ലാം നമ്മുടെ നല്ലതിനെ ചെയ്യൂ എന്ന് കരുതി. എലക്ഷൻ, മണിപ്പൂരിലെ MLA ആകണം, MLA ആയിട്ട് എലക്ഷനിൽ നിൽക്കണം. അദ്ദേഹത്തിന്റെ കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ താങ്കളാണ് അദ്ദേഹത്തെ ഇലക്ഷനിൽ നിർത്തിയത്. അങ്ങനെ ഒരു കള്ളനായ മനുഷ്യനായിരിക്കുന്നു. അലിഗേഷൻസ്. ഞാൻ പൊളിറ്റിക്സ്. എനിക്ക് വന്ന് യഥാർത്ഥത്തിൽ എന്റെ ലൈഫിൽ സത്യം പറയണമെങ്കിൽ എനിക്ക് പൊളിറ്റിക്സ് തീരെ ഇഷ്ടമല്ല. താങ്കൾ അദ്ദേഹത്തെ BJP ലീഡേഴ്സിന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയി. അല്ലല്ല, ഞാനല്ല അദ്ദേഹത്തെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അദ്ദേഹമാണ് എന്നെ നിർബന്ധിച്ചത്. അദ്ദേഹം എന്നെ നിർബന്ധിച്ച് ആ ലീഡറിന്റെ അടുത്ത്, അമിത്ഷയുടെ അടുത്ത്, അമിത്ഷാ സാറിന്റെ അടുത്തേക്ക്, അവരുടെ അടുത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോ, സീറ്റ് ചോദിക്ക്. പിന്നെ എന്റെ ഭർത്താവിന് BJPയിൽ ഒരു സീറ്റ് കൊടുക്കൂ. പിന്നെ BJPയിൽ ഒരു മിനിസ്റ്ററുണ്ട്, കിരൺജി മിനിസ്റ്റർ ആണെന്ന് തോന്നുന്നു. അമിത്ഷാജിയുടെ അടുത്തേക്ക് പോണം. എന്നെ എവിടേക്ക് കൊണ്ടുപോയെന്നറിയാമോ? എന്നെ എല്ലാ സ്ഥലത്തേക്കും കൂട്ടിക്കൊണ്ടുപോയി, സകലരുടെ അടുത്തേക്കും. സാർ അത് നേരിട്ട് തന്നെ പറഞ്ഞു, മേരി നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഞാൻ സീറ്റ് തരാമെന്ന്. അപ്പോ അമിത്ഷയെ പോലുള്ള മുതിർന്ന നേതാക്കന്മാര് പറഞ്ഞു മേരി കോം നിൽക്കുകയാണെങ്കിൽ ഞങ്ങള് സീറ്റ് നൽകാം. അതെ, അമിത്ഷാ സാർ അത് പറഞ്ഞില്ല. ഒരു മിനിസ്റ്ററുണ്ട്,
ഭൂപേന്ദർ യാദവ്. ഉപേന്ദ്ര യാദവ്. അദ്ദേഹം എന്റെ മുൻപിൽ വെച്ചും പറഞ്ഞു, അദ്ദേഹത്തിന്റെ മുൻപിൽ വെച്ചും പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഭർത്താവിന് സീറ്റ് നൽകാനാവില്ല, അതെനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു. ടിക്കറ്റ് കിട്ടാതെ തന്നെ അദ്ദേഹം ഇലക്ഷനിൽ നിന്നോ? അതെ, നിന്നു. അദ്ദേഹം ഇലക്ഷനിൽ നിൽക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ്, അതിൽ എന്റെ താല്പര്യമില്ല. എന്റെ മേലിൽ മറ്റൊരു വലിയ കുറ്റവും അവർ ചുമത്തി, ഞാൻ വളരെ അത്യാഗ്രഹിയാണെന്ന്. ആ സമയത്ത് ഇലക്ഷനിൽ നിൽക്കുമ്പോൾ എന്ത് പ്രശ്നമാണ് സംഭവിച്ചത്? 5-6 കോടി ഞാൻ അദ്ദേഹത്തിന് നൽകിക്കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഞാൻ ഇട്ടു. എന്റെ കൈവശം കാശില്ല, കാശ് ചെലവാക്കണ്ട, ഞാനിത് അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ്. ഞാൻ അദ്ദേഹത്തെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് ആ കാശും നൽകാൻ ആഗ്രഹിച്ചില്ല. പക്ഷേ എനിക്ക് എന്തു ചെയ്യാനാകും? ഇങ്ങനെയൊരു ഭർത്താവ് കിട്ടിയല്ലോ, വേറെ എന്ത് ചെയ്യാനാ, ചെയ്യുന്നത് ചെയ്യട്ടെ എന്ന് കരുതി ഞാനും കണ്ണു മൂടിക്കൊണ്ട് അങ്ങനെ വിട്ടു. പിന്നെ സപ്പോർട്ട് ചെയ്തു. പക്ഷെ എന്തുപറ്റി? പണത്തിന് വെള്ളം പോലെ ചെലവാക്കി ജയിക്കാൻ സാധിച്ചില്ല. സാധാരണ ജനങ്ങളോടൊപ്പം അദ്ദേഹത്തിന് മിങ്കിളാകാൻ സാധിക്കുന്നില്ല. നന്നായി വെള്ളമടിക്കും. അങ്ങനെ ഒരു മനുഷ്യൻ. പെഗ് അടിക്കുമല്ലോ, പെഗ് അടിച്ചിട്ട് കുടിക്കുമ്പോൾ അതിനുശേഷമാണ് ചെറുതായി വായി തുറക്കുക. ചെറിയ തോതിൽ പോലും ചിരി എന്നത് അദ്ദേഹത്തിന് വരില്ല. എന്റെ പേര് പറഞ്ഞ് എത്ര കടൻ വാങ്ങിയിട്ടുണ്ടെന്നറിയാമോ? ഒരു ഗ്രൂപ്പിൽ ഒരു ലേഡിയോടെ, മറ്റൊരു ഗ്രൂപ്പിൽ മറ്റൊരാളോടെ, അങ്ങനെ. എന്റെ ദൈവമേ, ഞാൻ ഇക്കാര്യമൊക്കെ അറിഞ്ഞ ഉടനെ തന്നെ എനിക്ക് കൈകാലൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. ഇവിടെ എന്താണ് നടക്കുന്നത്? വാട്ട്സ് ഗോയിങ് ഓൺ? എന്റെ ദൈവമേ, ഇതിനുശേഷം ഈ മനുഷ്യനോടൊപ്പം എന്നെക്കൊണ്ട് ജീവിക്കാനാവില്ല. ഞാൻ എന്റെ ജീവിതം സാക്രിഫൈസ് ചെയ്തു. എന്റെ കുട്ടികളെ അദ്ദേഹം വളരെ നന്നായി ശ്രദ്ധിച്ചതേയില്ല. ഞാനൊരു അമ്മയായി എന്റെ സ്നേഹം എന്റെ കുട്ടികൾക്ക് നൽകാതെ അധ്വാനിക്കാനായി ഓടിക്കൊണ്ടേയിരുന്നു. ഇങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ പാതി ഞാൻ സാക്രിഫൈസ് ചെയ്തത്. പക്ഷെ അവൻ ഇങ്ങനെ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ അവനോടൊപ്പം എങ്ങനെയാണ് എന്റെ ജീവിതം ഞാൻ ജീവിക്കുക? പറയൂ. താങ്കൾക്കിത് എപ്പോഴാണ് മനസ്സിലായത്? 20 വർഷമായിട്ട് താങ്കൾക്ക് മനസ്സിലായതേയില്ലേ? എനിക്കത് മനസ്സിലാകാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇഞ്ചുറി നടന്നത്. ദൈവം എനിക്കത് മനസ്സിലാക്കി തരാനാണ് ഇങ്ങനൊരു ഇഞ്ചുറി ഉണ്ടാക്കിയതെന്ന് കരുതി. ഒരുപക്ഷെ ദൃഷ്ടിയുമായിരിക്കാം. എനിക്കതിലൊന്നും വലിയ വിശ്വാസമില്ല. പക്ഷേ സംഭവിച്ചത് നല്ലതിനാണെന്ന് എനിക്ക് തോന്നി. താങ്കൾ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് അദ്ദേഹം പണം എടുത്തുകൊണ്ടേയിരുന്നു, താങ്കൾ അറിഞ്ഞില്ലെന്ന്. അതെ, ഒരു ദിവസം അദ്ദേഹം പെട്ടെന്ന്, അതായത് വളരെ ഏർലി മോർണിംഗ് അദ്ദേഹം പെട്ടെന്ന് എണീറ്റു. അപ്പോഴാണ്, എന്താടാ 12 മണിക്ക് ഉച്ചയ്ക്ക് എണീക്കുന്ന മനുഷ്യൻ പെട്ടെന്ന് എന്താണ് അതിശയമുണ്ടായത്? അങ്ങനെ ഞാൻ ചിന്തിച്ചു, എന്തതിശയം, അതിരാവിലെ പറയാതെ ഇദ്ദേഹം എവിടേക്കാ പോയതെന്ന്. ഞാനും ഉടനെ വന്ന് എന്റെ സെക്യൂരിറ്റീസിനോട് ചോദിച്ചു. സെക്യൂരിറ്റികളോട് ചോദിച്ചു, സാർ എവിടേക്കാ പോയതെന്ന്. സാറ് അസുമിന്റെ കൂടെ പോയെന്ന് അവർ പറഞ്ഞു. അദ്ദേഹം എന്റെ PA ആണ്. അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്നു. എന്തിനു പോയെന്ന് ചോദിച്ചു. അവർക്കറിയില്ലെന്ന് പറഞ്ഞു. അവർക്കെന്തറിയാം? അതിനുശേഷം ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ഫോൺ ചെയ്തു. അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അദ്ദേഹം ഒരിക്കലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടേയില്ല. പക്ഷെ അന്ന് ഫോൺ സ്വിച്ച് ഓഫിലായിരുന്നു. ഞാൻ വീണ്ടും ട്രൈ ചെയ്ത് നോക്കി, അപ്പോഴും സ്വിച്ച് ഓഫിലായിരുന്നു. ഞാൻ എന്റെ PAയെ വിളിച്ചു. നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു. സാറിനോടൊപ്പമാണെന്ന് പറഞ്ഞു. ഞാൻ എവിടേക്കാ പോയതെന്ന് ചോദിച്ചു. എനിക്ക് ഉടനെ തോന്നി മാനേജറിനെ വിളിച്ച് എന്തിനാ വന്നതെന്ന് ചോദിച്ചു. അതിനുശേഷം ഞാൻ മാനേജറിനെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, സാറ് വന്നിട്ടുണ്ട്, 10 ലക്ഷം രൂപ പിൻവലിച്ചെന്ന്. ശരി, ഞാൻ ഒന്നും പറഞ്ഞില്ല. എനിക്ക് മനസ്സിലായി. അവിടെ ചെന്ന് എത്ര വിഡ്രാ ചെയ്തെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ക്യാഷ് വിഡ്രാ ചെയ്തതിനു ശേഷം പുറത്തേക്ക് വന്നെന്ന് തോന്നുന്നു. എന്റെ PA അദ്ദേഹത്തോട് പറഞ്ഞു കാണും, മാഡം ഫോൺ വിളിച്ചെന്ന കാര്യം. ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു, അങ്ങനെ എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു. പിന്നെ ഉടനെ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളിപ്പോൾ ബാങ്കിലാണ്. എന്റെ അക്കൗണ്ട്, പഴയ അക്കൗണ്ട്, അത് ഞാൻ ക്ലോസ് ചെയ്യാനാണ് വന്നത്. അത് ഞാൻ ക്ലോസ് ചെയ്തിട്ട്
അതിൽ എത്ര ബാലൻസ് ഉണ്ടോ, ആ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടോ അത് പിൻവലിച്ചിട്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഫോൺ ചെയ്തിട്ട് ഇക്കാര്യം എന്നോട് പറഞ്ഞു. നോണയാണെന്ന് എനിക്ക് നന്നായി മനസ്സിലായി കഴിഞ്ഞു. ബാങ്ക് മാനേജർ എന്റെ അക്കൗണ്ടിൽ നിന്നും 10 ലക്ഷം എടുത്ത കാര്യം അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഇദ്ദേഹം എന്നോട് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പോകുന്നെന്ന് പറയുന്നു. താങ്കളുടെ അക്കൗണ്ടിൽ നിന്ന് എത്ര എടുത്തെന്നെങ്കിലും പറഞ്ഞു? വീട്ടിലേക്ക് വന്ന് 30,000 10 ലക്ഷം എടുത്തിട്ട് താങ്കളോട് 30,000 എന്ന് പറഞ്ഞു. അതെ, അതും അദ്ദേഹത്തിന്റെ പഴയ അക്കൗണ്ടിൽ നിന്നും എടുത്തതാണെന്ന് പറഞ്ഞു. പഴയ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് ക്ലോസ് ചെയ്തിട്ട് ബാലൻസ് ഉണ്ടായിരുന്ന 30,000 എടുത്തെന്ന് പറഞ്ഞു. 30,000 എന്റെ പഴയ അക്കൗണ്ടിൽ നിന്നും എടുത്തു, ഇതാ നീ യൂസ് ചെയ്തോന്ന് പറഞ്ഞു തന്നു. അങ്ങനെയാണോ? ഒരു പ്രാവശ്യം മാത്രമല്ല, പിന്നെ വീണ്ടും റിപ്പീറ്റഡ്ലി അത് തന്നെയാ ചെയ്തത്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, അപ്പോൾ മുതൽ താങ്കൾക്കെല്ലാം മനസ്സിലായി. ബാങ്ക് മാനേജർ താങ്കളോട് പറഞ്ഞു. അതിനുശേഷം താങ്കൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നീടാണ് താങ്കൾക്ക് മനസ്സിലായത് താങ്കളുടെ അക്കൗണ്ടിൽ നിന്നും പണം ഇങ്ങനെ അതെ അതെ, ഒരു പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ കൈയോടെ പിടിച്ചു, നന്നായി കുടുങ്ങി. താങ്കൾ കൈയോടെ പിടിച്ചതും താങ്കൾക്ക് മനസ്സിലായി. അതിനു മുൻപ് താങ്കളോട് പറയാതെ തന്നെ അദ്ദേഹം പണം എടുത്തുകൊണ്ടേയിരുന്നു. ഇതല്ലേ സംഭവിച്ചത്? അദ്ദേഹം ഇതിനു മുൻപ് തന്നെ അങ്ങനെ ചെയ്തു കാണും. ഞാൻ വന്ന് എനിക്ക് ഇഞ്ചുറി ആയതിനു ശേഷം 2 പ്രാവശ്യം കണ്ടുപിടിച്ചു. മാഡം, താങ്കൾക്ക് ഇഞ്ചുറി സംഭവിക്കാതിരുന്നിരുന്നെങ്കിൽ, താങ്കൾ വീട്ടിലില്ലാതിരുന്നിരുന്നെങ്കിൽ, അദ്ദേഹം ബാങ്കിൽ പോകാതിരുന്നിരുന്നെങ്കിൽ, ഫോൺ ഓഫ് ചെയ്യാതിരുന്നിരുന്നെങ്കിൽ, മാനേജറോട് സംസാരിക്കാതിരുന്നിരുന്നെങ്കിൽ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനൊരു മോശമായ സാഹചര്യം ഉണ്ടാകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ എനിക്ക് വളരെ വേദനയായിരുന്നു. ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് കുട്ടികളുമുണ്ട്. നിങ്ങൾ അറിഞ്ഞു കാണും, കുട്ടികളും അദ്ദേഹത്തോടൊപ്പമാണെന്ന്. കുട്ടികൾ എന്റെ കൂടെയായിരുന്നു. ഇക്കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. 2 കാര്യം പറഞ്ഞിരുന്നു. ഒന്ന് അദ്ദേഹം പറഞ്ഞു എന്താണെന്ന് വെച്ചാ, എനിക്കറിയാമല്ലോ എന്ത് അലിഗേഷൻ ആയിരിക്കുമെന്ന്. താങ്ക് യു. കുട്ടികളെയും മുൻപിലായി നിർത്തി A to Z എല്ലാ ചെലവും ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റും കൊടുത്തിരിക്കുന്നത്. അത്രത്തോളം അലിഗേഷൻസ് എന്റെ മേലിൽ തോന്നിയ കുറ്റമൊക്കെ ചുമത്തിവെച്ചു. കുട്ടികൾ എന്റെ കൂടെയാണുള്ളത്. അവരുടെ എല്ലാ ചെലവുകളും, പിന്നെ സ്കൂൾസ് എല്ലാം, അവരുടെ ബേസിക് മുതൽ വലുതായതുവരെ സ്കൂൾ ഫീസ് എല്ലാം ഞാൻ തന്നെയാണ് അവർക്ക് ചെലുത്തിക്കൊണ്ടിരുന്നത്. ഒറ്റയ്ക്കൊരാളായി. ഐ ആം ഡൂയിങ് അലോൺ. എനിക്ക് താങ്ങായി ആരും വന്നില്ല. അച്ഛൻ, അമ്മ ആരും തന്നെ വന്നു നിന്നില്ല. എനിക്ക് ആരുമില്ലായിരുന്നു. എന്റെ കല്യാണം കഴിഞ്ഞത് മുതൽ എല്ലാം ഞാൻ തനിച്ചാണ് ഹാൻഡിൽ ചെയ്തോണ്ടിരുന്നത്. അപ്പോ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, താങ്കൾ കുട്ടികൾക്ക് ചോയ്സ് കൊടുത്തു. അച്ഛന്റെ കൂടെയാണോ അമ്മയുടെ കൂടെയാണോ താമസിക്കാൻ ആഗ്രഹമെന്ന്. പക്ഷെ കുട്ടികൾ അമ്മയുടെ കൂടെ താമസിക്കാനാണ് ആഗ്രഹിച്ചത്, അല്ലേ? ഇപ്പൊ കുട്ടികൾ താങ്കളുടെ ഒപ്പം. അതെ, കുട്ടികൾ തന്നെ വന്ന് നേരിട്ട് എന്നോട് പ്രോമിസ് ചെയ്തു, ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളോടൊപ്പം നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. അതായത് താങ്കളുടെ എക്സ് ഹസ്ബൻഡ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹം താങ്കൾക്ക് പൂർണ്ണ സപ്പോർട്ട് നൽകി. താങ്കൾ എന്ത് വേണമെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞ് പൂർണ്ണ സ്വാതന്ത്ര്യവും നൽകി. സ്വാതന്ത്ര്യം നൽകി എന്നത് എളുപ്പത്തിൽ പറയുന്ന കാര്യമല്ല. എന്നെ ഒരു ചീത്തയാണെന്ന് എല്ലാവരുടെ മുൻപിലും കാണിച്ച് അങ്ങനെയുള്ള അലിഗേഷൻസ് ചുമത്തുന്ന ഞാൻ അത്ര മോശമായവളല്ല. ഞാനത് പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു പേര് പറഞ്ഞിരുന്നു, താങ്കളുടെ ബിസിനസ് പാർട്ട്ണർ ഹിതേഷ് ചൗധരി. അദ്ദേഹം പോയി. എവിടേക്ക് പോയെന്ന്? അദ്ദേഹത്തെ ഞാൻ മുൻപേ തന്നെ ഡിവോഴ്സ് ചെയ്തു കഴിഞ്ഞു. എനിക്ക് ഡിവോഴ്സ് ആയതിനു ശേഷം അദ്ദേഹം തന്നെ വന്നു, ഈ പുതിയ കുറ്റങ്ങളൊക്കെ ചുമത്തിക്കൊണ്ട്. ആ സമയത്ത്, ആ കടന്ന 2 വർഷത്തിൽ, സർ, ഞാൻ സത്യം പറയാം, ആ 2 വർഷം ഞാൻ വളരെ സമാധാനത്തോടെ ജീവിച്ചു. ഡിവോഴ്സ് കിട്ടിയെന്ന് അവരവരുടെ ജീവിതം നോക്കിക്കൊള്ളാമെന്ന് തീരുമാനിച്ചു. എനിക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു. നോർത്ത് ഈസ്റ്റില് ക്രിസ്ത്യൻസ്, അതായത് ഞാനൊരു ക്രിസ്ത്യൻ, ഐ ബിലീവ് ജീസസ്, ഓക്കെ, ദാറ്റ് എന്റെ മതവിശ്വാസികൾ അവർ എന്നെ ഒരുപാട് പരിഹസിച്ചു. ഒന്നും മനസ്സിലാകാതെ എന്ത് ചെയ്യണമെന്നറിയാതെ സോഷ്യൽ മീഡിയയിൽ തോന്നുന്നതൊക്കെ എഴുതിയിട്ടു. അതൊക്കെ സിമ്പതിക്ക് വേണ്ടിയാണ്. താങ്കൾ പറയുന്നത് ചർച്ചിൽ അവർ താങ്കൾ പറയുന്നത് കേൾക്കാതെ ഒരു സൈഡ് മാത്രം കേട്ടുകൊണ്ട് താങ്കളുടെ എക്സ് ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് താങ്കൾക്ക് സപ്പോർട്ട് ചെയ്തില്ലെന്ന്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ അവർ കുംഭമേള പോയിട്ടുണ്ട്, പിന്നെ ഷിരിഡി പോയിട്ടുണ്ട്, പിന്നെ
ആ മുസ്ലിം ഏതോ മജീദിന് പോയിരിക്കുന്നു. ഇതൊക്കെ എന്റെ സ്നേഹത്തിന് വേണ്ടി ഞാൻ ചെയ്യുകയാണ്. അതിനവരൊക്കെ എന്തോ ഉൾട്ടയായിട്ട് ചെയ്ത് എന്തു പറയുന്നെന്നാൽ, ഒരു ക്രിസ്ത്യനായിരുന്നു കൊണ്ട് അവൾക്ക് മറ്റുള്ള ടെമ്പിളിൽ എന്താ കാര്യം, ഇവൾക്കിത് ആവശ്യമാണോ, ഇങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിച്ചു. എനിക്ക് ഇപ്പോൾ ചിന്തിച്ചാലും ഈ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വന്നുകൊണ്ടേയിരിക്കും. അതായത് ഞാനൊരു ഇന്ത്യനാണ്. ഞാൻ എല്ലാ ടെമ്പിൾസിനെയും എല്ലാ റിലീജിയനെയും ബഹുമാനിക്കുന്ന ആളാണ്. അത് തന്നെയാണ് നമ്മുടെ സംസ്കാരവും. നിങ്ങളൊരു സെലിബ്രിറ്റി എടുക്കൂ, അതായത് ഇപ്പോൾ അമിതാഭ് സാറിനെ എടുക്കൂ, നമ്മുടെ പ്രൈം മിനിസ്റ്ററിനെ എടുക്കൂ. അദ്ദേഹം ഇപ്പോൾ ക്രിസ്മസ് ആഘോഷിച്ചു. നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഹിന്ദു അല്ലേ? നമ്മുടെ പ്രധാനമന്ത്രിയും ഹിന്ദു അല്ലേ? നമ്മുടെ കൾച്ചർ തന്നെ അതല്ലേ, എല്ലാ മതങ്ങളെയും അംഗീകരിക്കുന്നു, എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നു, നമ്മളത് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇതാണ് അവരുടെ ഒരു മൈൻഡ് സെറ്റ്. ക്രിസ്ത്യാനികൾ ഹിന്ദുവിന്റെ ഒരു ടെമ്പിളിലേക്ക് പോകാൻ പാടില്ല. പിന്നെ ഹിന്ദു ക്രിസ്ത്യൻ ചർച്ചിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെ എവിടെയാണ് എഴുതിയിട്ടുള്ളത്? അങ്ങനെ ഏത് പുസ്തകത്തിലാണ് എഴുതിയിട്ടുള്ളത്? അവരെന്നെ എല്ലാ കാര്യങ്ങളും പബ്ലിക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ താങ്കൾക്ക് സപ്പോർട്ടും ചെയ്യുന്നു. ഇതിനുശേഷവും താങ്കളോടൊപ്പം നിൽക്കുമെന്നും പറയുന്നു. അതായത് താങ്കളുടെ കഷ്ടം. അതായത് ഞാൻ എന്റെ ഫാൻസ് ഫോളോയിങ്സ് എല്ലാരോടും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ വശത്ത് നിന്നാലും അല്ലെങ്കിലും സാരമില്ല. സത്യം എന്താണ്, കള്ളം എന്താണെന്ന് എന്നെങ്കിലും ഒരു ദിവസം പുറത്തു വന്നല്ലേ തീരൂ. എന്താ ശരിയല്ലേ? എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ ചോദിക്കില്ല. ഓക്കെ, ഞാനൊരു ഹ്യൂമൺ ആണ്. ഐ എം എ ഫൈറ്റർ. ഐ വിൽ ഫൈറ്റ്. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നെ സപ്പോർട്ട് ചെയ്യൂ എന്ന്. ഞാൻ നിങ്ങളെ എമോഷണൽ ആക്കി ഒന്നും നേടാൻ പോകുന്നില്ല. ഇന്ന് ഞാൻ സത്യം പറയാനാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. മേരികോം, താങ്കൾ ഇന്ന് താങ്കളുടെ എല്ലാ വേദനകളും ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. യാഥാർത്ഥ്യം ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നു. താങ്കളുടെ ജീവിതയാത്ര നോക്കുമ്പോൾ താങ്കൾക്ക് പരിക്കുകൾ ഇടയ്ക്കിടയ്ക്ക് പറ്റാറുണ്ട്. ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് ഇൻജസ്റ്റിസ്. പക്ഷേ ഞാൻ ഒന്നിനും സർ, ഞാൻ നിങ്ങളെ കണ്ട് പേടിയുണ്ട്. നിങ്ങളുടെ പ്രോഗ്രാം കണ്ടാൽ പേടിക്കും. പക്ഷേ ഞാൻ ആരെ കണ്ടും പേടിക്കില്ല. ഇതാണ് മേരികോം. ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. താങ്കൾ എപ്പോഴും പറയാറില്ലേ, താങ്കൾക്ക് എന്തെങ്കിലും സങ്കടം വരുന്ന സമയത്ത് താങ്കൾ പാട്ട് പാടാറുണ്ടെന്ന്. ഇന്ന് താങ്കൾക്ക് വേണ്ടി താങ്കൾ എന്ത് പാട്ടാണ് പാടാൻ പോകുന്നത്? आँखें तरस जाएंगी, जाने कब गुम हुआ कहाँ खोया, एक आंसू छुपा के रखा था, तुझसे नाराज नहीं जिंदगी, हैरान हूँ मैं, हो हैरान हूँ मैं. Thank you. സീരിയസ്ലി നിങ്ങളുടെ സ്നേഹം, സപ്പോർട്ട് എല്ലാം നൽകിയിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഞാനത് മറക്കില്ല. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഞാനൊരുപക്ഷെ ഇല്ലെങ്കിലും, ഞാൻ മുകളിൽ നിന്ന് നിങ്ങളെ സല്യൂട്ട് ചെയ്യും. ഞാനത് മറക്കില്ല. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ റിട്ടയർ മേജർ ജനറൽ അരവിന്ദ് ഭാട്ടിയയുടെ ജഡ്ജ്മെന്റ് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ കണ്ടു വീൽ പവർ എന്താണെന്ന്, ധൈര്യം എന്താണെന്ന് നമ്മൾ കണ്ടു. സാഹചര്യത്തോട് മത്സരിച്ച് ഒരാൾക്ക് എങ്ങനെ ചാമ്പ്യനാകാൻ സാധിക്കുമെന്നും നമ്മൾ കണ്ടു. അതിനേക്കാൾ വലിയൊരു കാര്യമാണ് നമ്മൾ കണ്ടത്, അതായത് ഒരു ബോക്സറിന് എങ്ങനെ ഇത്ര മനോഹരമായിട്ട് പാടാൻ സാധിക്കുമെന്ന്. ആപ്കി അദാലത്തിൽ ഇപ്പോൾ നിങ്ങളുടെ ജഡ്ജിയായ റിട്ടയർ മേജർ ജനറൽ അരവിന്ദ് ഭാട്ടിയയുടെ ജഡ്ജ്മെന്റ് നമുക്ക് നോക്കാം. മേരികോം, നിങ്ങൾ ഇന്ത്യയുടെ തന്നെ ഏറ്റവും മികച്ച ഫൈറ്ററാണ്. മാത്രമല്ല പാടാൻ കഴിവുള്ളവളുമാണ്. ഒരു സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾ വളരെ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനത്തു നിന്നാണ് വരുന്നത്. ഇങ്ങനെയൊക്കെയായിട്ടും നിങ്ങൾ ഇന്ത്യയുടെ വിലപിടിപ്പുള്ള ഒരു രത്നമായി മാറിയവളാണ്. നിങ്ങൾ 2012 ഒക്ടോബറിൽ
ഒളിമ്പിക്സിൽ താങ്ക് യു സോ മച്ച്. ഇന്ത്യക്ക് ആദ്യമായി വിമൺ ബോക്സിംഗിൽ മെഡൽ വാങ്ങി തന്നവളാണ്. താങ്ക് യു. നിങ്ങൾ കാരണം ഇൻസ്പയർഡായി ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് വനിതാ ബോക്സർമാരുണ്ട്. അതിൽ നിക്കത്തുണ്ട്, ലവ്ലീന ഉണ്ട്, പിന്നെ പൂജാറാണിയുണ്ട്, മീനാക്ഷിയുണ്ട്. ഇവരെല്ലാവരും തന്നെ നിങ്ങൾ കാരണം ഇൻസ്പയർഡായി, അതായത് ഒരു അഗ്രസീവായിട്ടുള്ള വേൾഡ് ലെവൽ കോണ്ടാക്ട് സ്പോർട്സിൽ കഴിവ് തെളിയിച്ചിരിക്കുകയാണ്. അവർക്ക് വേണ്ടി മാത്രമല്ല, രാജ്യത്തിനു വേണ്ടി കൂടിയാണ്. ഇതിനെല്ലാം കാരണം നിങ്ങളാണ്. ഇപ്പോ ഇന്ത്യയിലുള്ള വേൾഡ് ലെവൽ ബോക്സിംഗിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാരണം ഇൻസ്പയർഡായി വളർന്നിരിക്കുകയാണത്. താങ്ക് യു. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വനിതകളുടെ ലിസ്റ്റ് പറയാൻ പറഞ്ഞാൽ ഞാൻ തീർച്ചയായും നിങ്ങളുടെ പോരാട്ടം കാരണം, നിങ്ങളുടെ വിൽ പവർ കാരണം, നിങ്ങളുടെ ഡെഡിക്കേഷൻ കാരണം, നിങ്ങളുടെ അർപ്പണബോധം കാരണം, ഇവയോടൊപ്പം തന്നെ നിങ്ങളുടെ വിജയവും കാരണം ആദ്യത്തെ 3 പേരുകളിൽ തീർച്ചയായും നിങ്ങളുടെ പേര് വേണമെന്ന് പറയും. ഈയൊരു പ്രോഗ്രാം 32 വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ ദിവസം രജത് സാറിൻ്റെ ചോദ്യങ്ങളിലെ കൂർമ്മതയേക്കാളും സ്നേഹവും അതോടൊപ്പം ബഹുമാനവും അദ്ദേഹത്തിൻ്റെ ഓരോ ചോദ്യങ്ങളിലും എനിക്ക് കാണാൻ കഴിഞ്ഞു. മേരി കോം, നിങ്ങൾക്കായി ഈ നീതിപീഠം ഒരു ഉത്തരവിടുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കുസൃതിയെയും നിങ്ങളുടെ ധൈര്യത്തെയും എപ്പോഴും ഇതുപോലെ തന്നെ കൊണ്ടു നടക്കണം. അതുപോലെ തന്നെ ഇന്ത്യയുടെ വളർന്നുവരുന്ന അടുത്ത തലമുറയ്ക്ക് ഒരു റോൾ മോഡലായി ഇരുന്നു കൊണ്ട് നിങ്ങൾ എന്നും അവരെ ഇൻസ്പയർ ചെയ്യണം. തീർച്ചയായും സർ. അവസാനമായി ഈ നീതിപീഠം നിങ്ങളെ എല്ലാ കുറ്റാരോപണങ്ങളിൽ നിന്നും ബഹുമാനപൂർവ്വം വിട്ടയക്കുന്നു. നന്ദി. ഇതേ ആത്മവിശ്വാസത്തോടുകൂടി മേരി കോം ഇതുപോലെ തന്നെ അടുത്ത തലമുറയെയും ഇൻസ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഷോ ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു അതിഥിയോടൊപ്പം വീണ്ടും വന്ന് നിങ്ങളെ കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.